പിന്നെ ഫഹാഹുന അമ്രാനി അല്ലേ ഈ ഇപ്പൊ പറഞ്ഞ മത്തനില് വഹുവ മൂജിബുല്ലിൽ ഇൽമിൽ ദറൂരി എന്ന് പറഞ്ഞു. അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന് അന്നൽ മുത്തവാത്തിറ മൂജിബുല്ലിൽ ഇൽമി, മുത്തവാത്തിർ ഇൽമിനെ ഫായിദപ്പിക്കും. രണ്ടാമത്തത് വദാലിക ബിൽ ദറൂരി, ആ ഇൽമു കിട്ടൽ ദറൂരിയായിട്ടാണ്. അതായത് ഇസ്തിദ്ലാല് അല്ലെങ്കിൽ കസ്ബ് കൊണ്ടിട്ടല്ല എന്നാണ്. പിന്നെ അതിന് ഖിലാഫുണ്ട്. പലരും എന്ത് ഖബർ മുത്തവാത്തിർ കൊണ്ട് ഇൽമു ദറൂരി കിട്ടൂല എന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ ഇൽമിനെ ഫായിദപ്പിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നല്ല അതുകൊണ്ട് കിട്ടുന്നത്. മൂജിബുൽ ലിൽ ഇൽമി എന്ന് പറഞ്ഞാൽ ഈ ഖബർ മുത്തവാത്തിർ കൊണ്ടുണ്ടാകുന്ന ഇൽമ് ലന്നിയാത്തോ അല്ലെങ്കിൽ ഹദസിയാത്തോ അങ്ങനെ പിന്നെ കുറെ പറഞ്ഞില്ലേ, അതൊന്നും അല്ല ഉണ്ടാകുന്നത്. പിന്നെ ഇൽമാണ്, യഖീനാണ്. അത് കിട്ടൽ ദറൂറത്തനുസരിച്ചാണ്. അതിന് രണ്ടിന് ഖിലാഫുണ്ട്. ചിലർ പറഞ്ഞത് ഇൽമല്ല കിട്ടുന്നത് ലന്നാണ്. പിന്നെ വേറെ ചിലർ പറഞ്ഞ് ഇൽമു കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ദറൂറത്തായിട്ടല്ല, ഇക്തിസാബ് ഇസ്തിദ്ലാൽ എന്ന നിലക്കാണ്. പിന്നെ ഫഇന്നാനജിദു മിൻ അൻഫുസിന, അപ്പൊ ഈ പറഞ്ഞ രണ്ടിനും കാരണം എന്താ? അതിന്റെ ദലീൽ പറയുന്നത്. കാരണം ഖിലാഫുള്ളതുകൊണ്ടാണ് ദലീൽ പറയുന്നത്. ഫഇന്നാനജിദു മിൻ അൻഫുസിന, നമ്മളെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയാൽ അറിയാണോ? എന്തറിയാ? ബി ഉജൂദി മക്കത്ത, മക്ക ഉണ്ട് എന്നറിയാം. അപ്പോൾ ബഗ്ദാദ് ഉണ്ട് എന്നുള്ള ഇൽമി നമുക്കുണ്ട്. പിന്നെ അപ്പൊ നേരത്തെ പറഞ്ഞടുത്ത് ബുൽദാനും നായിയത്ത് കൊണ്ടുള്ള വിവരം കിട്ടും എന്ന് പറഞ്ഞില്ലേ? അതിന്റെ ഉദാഹരണമായിട്ട് രണ്ട് സ്ഥലം പറഞ്ഞതേ ഉള്ളൂ. മക്കയായാലും ബഗ്ദാദായാലും ഇനി വേറെ ഏതാ നാടായാലും കുഴപ്പമില്ല. ഇങ്ങനത്തെ നാടുകളൊക്കെ ഉണ്ട് എന്നുള്ള ഇൽമ നമുക്കുണ്ട്. പക്ഷെ നമ്മളാരും പോയി നോക്കിയില്ല. അന്നഹു ലൈസ ഇല്ലാ ബിൽ ഇഖ്ബാർ, ഇത് കിട്ടിയതെങ്ങനെ? ആ ഇൽമ കിട്ടിയതെങ്ങനെ? ഇഖ്ബാർ കൊണ്ടാണ്. ആൾക്കാർ പറഞ്ഞിട്ട് തന്നെയാണ് ആ മക്കയെക്കുറിച്ചും ബഗ്ദാദിനെ കുറിച്ചും അതുപോലത്തെ ബഈദായ നാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞിട്ടാണ് ആൾക്കാർക്കൊക്കെ ഇങ്ങനെ നാടുണ്ട് എന്നുള്ള വിവരം കിട്ടിയത്. അല്ലാതെ എല്ലാവരും പോയി നോക്കിയതല്ല. വസ്സാനി അന്നൽ ഇൽമൽ ഹാസിൽ, അപ്പൊ ഇൽമുണ്ട് എന്നത് കിട്ടി. മുത്തവാത്തിറായ ഖബർ കൊണ്ടിട്ട് ഇൽമു കിട്ടി എന്നതിന് തെളിവിതാണ്. അവരവരാലോചിച്ച് നോക്കിയാൽ മതി. പിന്നെ വസ്സാനി അന്നൽ ഇൽമൽ ഹാസില ബിഹി ദറൂരി എന്നാണ് രണ്ടാമത്തെ. അത് വദാലിക. അപ്പോ ഫഇന്നാനജിദു മിൻ അൻഫുസിന എന്ന് പറഞ്ഞത് അവിടെ രണ്ട് കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ മുഫീദുൽ ലിൽ ഇൽമി, പിന്നെ വദാലിക ബിൽ ദറൂറത്തി എന്ന് പറഞ്ഞല്ലോ. ആ ഇൽമു കിട്ടുന്നു എന്നത് ദറൂറത്ത് കൊണ്ടിട്ടാണ്. ഇത് ഒന്നാമത്തെ കാര്യമാണ്. ആ കിട്ടിയ ഇൽമു ദറൂരിയാണോ? ഇൽമുൽ ഹാസിലു ബിഹി ദറൂരിയുൻ, ഇൽമു കിട്ടുന്നു എന്നതിന് തെളിവിന്റെ ആവശ്യമില്ല, അത് ദറൂറത്ത് കൊണ്ട് കിട്ടുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പറഞ്ഞ ദറൂറത്തും പിന്നെ എന്താണ് അല്ലിൽമുൽ ഹാസിലു ബിഹി ദറൂരിയുൻ എന്ന് പറയുന്നത് രണ്ടും രണ്ട് ദറൂറത്താണ്. അത് ഇൽമു കിട്ടുന്നതിന് എന്താ തെളിവ്? അത് തെളിവിന്റെ ആവശ്യമില്ല, അത് ദറൂറത്ത് കൊണ്ട് അറിയപ്പെട്ടതാണ്. അതായത് ഒരു ബദീഹിയായ അമ്രാണ് എന്നർത്ഥം. അപ്പൊ പിന്നെ ഫഇന്നാനജിദു എന്ന് പറഞ്ഞതോ തെളിവിന്റെ ആവശ്യമില്ലല്ലോ. അത് നേരത്തെ മുസന്നിഫ് പറഞ്ഞപ്പോ വഹുവ മൂജിബുൽ ലിൽ ഇൽമിൽ ദറൂരി എന്ന് പറഞ്ഞത് അവിടെ വഹുവ ബിൽ ദറൂറത്തി എന്ന് സാരി സങ്കല്പിക്കുകയും ചെയ്യും. പിന്നെ ലിൽ ഇൽമിൽ ദറൂരി എന്ന് പിന്നെ മുസന്നിഫ് പറയുകയും ചെയ്യും. അപ്പൊ അവിടെ ബിൽ ദറൂറത്തി എന്ന് പറഞ്ഞാല് ബദീഹിയാത്തുകൾക്ക് ദലീല് പറയാറില്ലെങ്കിലും അതിനൊരു സനദ് പറയലുണ്ട്. അങ്ങനെയാണ് മുനാദറിന്റെ നിയമം. അങ്ങനെയാണ്. ദലീല് എന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മൾ നേരത്തെ പറയുന്ന രീതിയിൽ എന്താകണം? നളറ് അല്ലെങ്കിൽ ഇസ്തിദ്ലാല് ആകണ്ടേ?
അതായത് കളായകൾ കൂട്ടിയിട്ട് തർത്തീബാക്കിയിട്ട് എന്താകണം, ആ മഅലൂമിലേക്ക് എത്തണം. അതിനാണ് അവർ ദലീൽ എന്ന് പറയുക. ആ രീതിയിലുള്ളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ദറൂറത്ത് കൊണ്ടാണ് കിട്ടുന്നത്, അതിനെന്താ ഒരു സനത്, അത് അവരാലോചിച്ച് നോക്കിയാൽ മതി എന്നർത്ഥം. പിന്നെ ഇൽമു കിട്ടുന്നുള്ളത് അങ്ങനെയാണ്, ബദാഹത്ത് കൊണ്ടറിയപ്പെട്ടതാണ്. പിന്നെ ഇനി രണ്ടാമത്തെ കാര്യം എന്താ, ഈ കിട്ടുന്ന ഇൽമ് അത് ലന്നിയാണോ അതല്ല വേറെ ഏതെങ്കിലും ആണോ, അല്ല അത് ലറൂരിയ ഇൽമാണ്. വദാലിക ലിഅന്നഹു യഹ്സുലു ലിൽ മുസ്തദില്ലി വഗൈരിഹി ഹത്ത സുബിയാൻ. ഇക്തിസാബ് ചെയ്യുന്നവനും അല്ലാത്തവനും, ഇസ്തിദ്ലാല് നടത്തുന്നവനും അല്ലാത്തവനും എന്ത് ചെയ്യുന്നുണ്ട്, അല്ലാത്തവനും ഇൽമു കിട്ടുന്നുണ്ട്. അപ്പോൾ ലറൂരിയ ഇൽമാണ്, ഇസ്തിദ്ലാലിയല്ല. ഇസ്തിദ്ലാലിയാണ് ഇൽമു എന്നുണ്ടെങ്കിൽ ഇസ്തിദ്ലാല് ചെയ്തവന് മാത്രമേ കിട്ടാൻ പാടുള്ളൂ. ഇത് ഇസ്തിദ്ലാല് ചെയ്തവനും ഉണ്ടാകുന്നുണ്ട്, അല്ലാത്തവനും ഉണ്ടാകുന്നുണ്ട്. അല്ലാത്തവരാരാ, അല്ലാത്തവരെ ഹത്ത സുബിയാൻ, അല്ലാത്തവർക്കൊരു വായത്ത് പറഞ്ഞാണ്, കുട്ടിയെക്കടക്കം കിട്ടുന്നുണ്ട്. മക്ക മദീനൊക്കെ ഉണ്ട്, അങ്ങനെ അമേരിക്ക ലണ്ടനൊക്കെ ഉണ്ട്. ഇതൊക്കെ കുട്ടികൾക്കൊക്കെ അറിയാലോ, അവരൊന്നും പോയി നോക്കിയതല്ലല്ലോ. അല്ലദീന ലഹ്തിദാലഹും ബി തരീഖിൽ ഇക്തിസാബി, അവർക്ക് ഇക്തിസാബിന്റെ എന്താണ് തരീഖ് തന്നെ അറിയാത്തവരാണ്, അതിലേക്ക് എത്താത്തവരാണ്. ലഹ്തിദാലഹും ബി തരീഖിൽ ഇക്തിസാബി വ തർതീബിൽ മുഖദ്ദിമാത്തി. അതായത് ഇതിപ്പോ ഖബർ മുത്തവാത്തിർ കൊണ്ട് ഇൽമു കിട്ടുന്നത് എന്ന് പറഞ്ഞത്, പിന്നെ ഇത് ഒരു അദദിന്റെ ഖബറാണ്. ഈ അദദ് എന്താകാറില്ല, അല്ല തിരിച്ചാണല്ലോ, ഈ ഖബർ ഒരു അദദിന്റെ ഖബറാണ്. അവരുടെ എന്താണ് തവാത്തു ആക്കല് ജായിസല്ല, അങ്ങനത്തെ ഒരു ഖബർ ജായിസ് അല്ല, എന്താണ് ഇൽമു ലറൂരിയാണ്. ഖൗമുൻ ലാ യജൂസു തവാത്തുഹും അലൽ കദിബി, അങ്ങനത്തെവരുടെ ഖബർ എന്താണ് മുഫീദുല്ലിൽ ഇൽമിൽ ലറൂരി. എന്നിട്ട് പിന്നെ ഈ ഖബർ, ഇവിടെ ഏതോ ഒരു വിഷയത്തിൽ ഒരു തവാത്തുറായ ഖബർ ഉണ്ടായല്ലോ, ഈ ഖബറാണെങ്കിൽ എങ്ങനെയുള്ളതാ, അത് ഒരു ഖൗമിന്റെ ഖബറാണ്, അദദുണ്ട്, ഇത്ര ആൾക്കാരുടെ ഖബറാണ്. ലാ യുംകിനു എന്താണ് തവാത്തുഹും അലൽ കദിബി. ഇങ്ങനെ പറഞ്ഞാൽ എന്താവും, ഈ ഖബർ മൂജിബുൽ ലിൽ ഇൽമീന്ന് കിട്ടും. അപ്പൊ ഇതിങ്ങനെ മുഖദ്ദിമ തർത്തീബാക്കിയിട്ട് മുത്തവാത്തിറായ ഖബർ കൊണ്ട് ഇൽമു കിട്ടുന്നു എന്ന് പറഞ്ഞതാണ്. ഈ രീതിയിൽ മുഖദ്ദിമ ഒന്നും തർത്തീബാക്കുന്നതും എന്ന പോലെ അതിനെക്കുറിച്ചുള്ള ഒരു വിവരം ഇല്ലാത്ത കുട്ടികൾക്ക് ഈ ഇൽമു കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഇത് ലറൂരിയായ ഇൽമാണ്, എന്ത് ഇൽമല്ല, ഇക്തിസാബിയോ അല്ലെങ്കിൽ ഇസ്തിദ്ലാലിയോ അല്ല എന്ന് പറയാൻ കാരണം. അപ്പൊ മറ്റുള്ളവർക്ക് കിട്ടുന്നിട്ട് പറയും. അപ്പൊ അങ്ങനെ ആവുമ്പോ ഇനിയൊരു ഇഷ്കാലം, അതായത് ഇവിടെ രണ്ട് കാര്യമുണ്ട്. ഏത് ഖബർ മുത്തവാത്തിർ മുജിബുല്ലിൽ ഇൽമാണ്, പിന്നെ ആ ഇൽമു ലറൂരിയാണെന്നത്. ഇതിലാല് കൊണ്ട് അല്ലാതെ കിട്ടീന്നാ പറഞ്ഞത്, ഇതിലാല് കൊണ്ട് കിട്ടീന്നല്ലല്ലോ പറഞ്ഞു. ഇതിലാല് ഇല്ലാതെ കിട്ടീന്നല്ലേ പറഞ്ഞത്, ഉറക്കത്തിലാ. പിന്നെ അപ്പൊ ഇസ്തിദ്ലാലിന്റെ ആവശ്യമില്ല, എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്ന്. പിന്നെ അമ്മ ഖബറുൻ നസാർ, അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഒരു ഇഷ്കാൽ, അതായത് ഈസാ നബി അലൈഹിസ്സലാം കൊല്ലപ്പെട്ടു എന്ന് നസാറകൾ പറയലുണ്ടല്ലോ. എന്ന പോലെ ജൂതന്മാർ പറയും അവരുടെ ദീന്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ദീന് മുഅബ്ബദാണ്, ഖിയാമത്ത് വരെ ഉള്ളതാണ്. അതുകൊണ്ട് അതിന്റെ ശേഷം വന്ന ഈസാ നബീന്റെ ദീന് കൊണ്ട് അത് മൻസൂഖല്ല, അതിൻ്റെയും ശേഷം വന്ന ഇസ്ലാം കൊണ്ടൊന്നും മൻസൂഖല്ല എന്ന് എന്താക്കുന്നുണ്ട് ജൂതന്മാര് പറയുന്നുണ്ട്. നേരെ ഇരിക്കും, കൈയൊക്കെ നേരെ ഇട്ട്, ഉറങ്ങാനായിട്ടിരിക്കുക, തലയൊക്കെ നേരമായി. പിന്നെ അപ്പോ ഇത് രണ്ടും പറയുന്നുണ്ടല്ലോ. ഇത് രണ്ടും പറയുമ്പോ ഇത് രണ്ടും ഇപ്പൊ ഖബർ മുത്തവാത്തിറാണ് എന്നുണ്ടെങ്കിൽ അത് ഇൽമു ലറൂരി കിട്ടണ്ടേ. അപ്പൊ പറഞ്ഞ രണ്ട് ശരിയാണ്ടേ, ഇൽമു ലറൂരി കിട്ടിയാൽ എന്താകണം, അത് സാധിക്കാണ്ടേ.
അപ്പൊ ഈ പറഞ്ഞതൊക്കെ അതിനെക്കുറിച്ച് എന്താ പറയാന്ന്? അതാ ഇസ്കാല അമ്മ ഖബറുന്നസാറ എന്ന് പറഞ്ഞത്. ഇത് ഇൽമുള്ള, നിങ്ങളിപ്പോ പറഞ്ഞ മുത്തവാത്തിർ അനുസരിച്ച് ഇത് ഇൽമു ലറൂരിയാകണം. അത് ഇൽമാകണം എന്നുണ്ടെങ്കിൽ വാക്കയിനോട് യോജിക്കണം. അപ്പൊ ഈസാ നബി കൊല്ലപ്പെട്ടു എന്നുള്ളതാവൂലേ? എന്ന പോലെ തൗറാത്ത് മൻസൂഖല്ല, ജൂതന്മാരുടെ മതം അത് മൻസൂഖല്ല എന്ന് വരണ്ടേ? അത് വാക്കയിനോട് യോജിച്ചതാകണ്ടേ അവരുടെ പറയുന്നത്? അങ്ങനെ അല്ലാന്നല്ലേ പറയുന്നത്. അപ്പൊ പിന്നെ ഇൽമു ലറൂരി കിട്ടും എന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ. ഇൽമു ലറൂരിന് ഫായിദപ്പിക്കും എന്ന് പറഞ്ഞതിന് രണ്ട് ഇത്തറാളാണത്. അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്നത് ശരിയാണ്, അവർ പറയുന്നത് ശരിയല്ല നിങ്ങൾ തന്നെ പറയണ്ടല്ലോ. അപ്പൊ ഖബർ മുത്തവാത്തിർ കൊണ്ട് എന്ത് കിട്ടൂല? ഇൽമു ലറൂരിയെ കിട്ടുന്നില്ല എന്നല്ലേ വരുന്നത്. അതിന് മറുപടി പറഞ്ഞ് ഇത് മുത്തവാത്തിറാണെന്നുള്ളത് മംനൂൻ എന്നാ. അമ്മ ഖബറുൻ നസാറ ബി ഖത്ലി ഈസാ അലൈഹിസ്സലാം വൽ യഹൂദി, അതായത് ഖബറുൽ യഹൂദി എന്നർത്ഥം. എന്ത്? ബിതഅബീദി ദീനി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ദീന് മുഅബ്ബദാണ് എന്നത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ദീന് മുഅബ്ബദാണ് എന്ന ഒരു പറയുന്ന ഖബർ, ഇത് ഫതവാത്തുറുഹു മംനൂഉൻ, അത് മുത്തവാത്തിറാണ് എന്നുള്ളത് നമ്മൾ സമ്മതിക്കൂല. മുത്തവാത്തിർ ആയാലാണ് എന്ത് കിട്ടുക? ഇൽമു ലറൂരി കിട്ടുക. മുത്തവാത്തിറാണെന്നുള്ളത് സമ്മതിക്കൂല, അതിനെ നമ്മൾ മന്നി ചെയ്യും. അപ്പോൾ കുഴപ്പമില്ല. മുത്തവാത്തിറായ ഖബർ കൊണ്ട് ഇൽമു ലറൂരി കിട്ടുന്നതിന് എതിരാവൂല ഈ രണ്ടും പറഞ്ഞത്. അത് മുത്തവാത്തിറാൻ സമ്മതിക്കൂല എന്ന് വെറുതെ പറഞ്ഞാൽ മതിയോ? അപ്പൊ പിന്നെ മുത്തവാത്തിർ ആകാതിരിക്കാൻ കാരണം എന്താ? ഖയാലി പറയുന്നതാ, ബൽ ലം യബ്ലുഗ അസ്ലുൽ മുഖ്ബിരീന ബി ഖത്ലിഹി ഹദ്ദ തവാതുരി. അതാണ്. അതായത് ആദ്യം എന്താണ് കൊന്നു എന്ന് പറഞ്ഞവര് ജൂതന്മാരാണല്ലോ കൊന്നു എന്ന് പറയുന്നത്. അപ്പൊ അവരെത്ര ആൾക്കാരുള്ളത് കൊന്നു എന്ന് പറഞ്ഞവര്? അവരെ 7 ആളോ 11 ആളൊക്കെ ഉള്ളൂ. അത് ഹദ്ദു തവാത്തുർ എത്തിയില്ലല്ലോ. അവര് പിന്നെ എന്ത് കൊല്ലാൻ പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് പറഞ്ഞതാണ് ഞങ്ങൾ കൊന്നെന്ന്. അപ്പൊ അവിടെ തവാത്തുറിന്റെ ഹദ്ദില്ല. പിന്നെ അത് കേട്ടിട്ട് പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞത് മാത്രം കൊണ്ടാവൂല തവാത്തുർ. ഖബറിന്റെ എല്ലാ തബക്കയിലും എന്ത് വേണം? ഈ പറഞ്ഞ അതത് വേണമെന്നാ. അപ്പൊ അസ്ലുൽ മുഖ്ബിരീങ്ങളുടെ എണ്ണം എന്തായിട്ടില്ല, തവാത്തുറിന്റെ അതത് എത്തിയില്ല എന്നുള്ളത് അവര് തന്നെ സമ്മതിക്കുന്നുണ്ട്. അതിനെ സമ്മതിക്കുന്ന കൊല്ലാൻ വന്ന എത്ര ആളാന്ന് ചോദിച്ചാൽ അത് പറയുക 11 7 11 ഹദ്ദു തവാത്തുർ ആവൂല. അപ്പൊ അതുകൊണ്ട് പിന്നെ അതിന് പിന്നെ കാരണം പറഞ്ഞില്ല. നമ്മൾ എന്താണ് തവാത്തു മുംതനിയാകുക എന്നുള്ളതിന് കാരണം പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഒന്നിൽ വ്യത്യസ്ത നാട്ടുകാരായിരിക്കുക, അല്ലെങ്കിൽ വ്യത്യസ്ത കാലക്കാരായിരിക്കുക, അങ്ങനെ പരസ്പരം കാണാത്തവരാകുക. ഈ പറഞ്ഞ 11 ആളും അങ്ങനെയല്ലല്ലോ, ഇവരെല്ലാം കൂടി കൊല്ലാൻ പോയിട്ട് തിരിച്ചു വന്നല്ലേ. അപ്പൊ എന്തായി? മരിച്ചിട്ടില്ല കൊന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ വസലത്തറല്ലേ. അപ്പൊ കള്ളം പറയാനുള്ള സാധ്യത എന്താണ് അവിടെ ഉണ്ട്. കാരണം ഇവരെല്ലാം കൂടി ഒരു കാര്യത്തിന് പോയി വന്നതാ. അതിനും പുറമെ ഇവര് എന്ത് അവിടെ മുക്തലി ഉണ്ട്, കള്ളം പറയാനുള്ള കാരണവും ഉണ്ട്. സാധ്യതയ്ക്ക് പുറമെ കാരണമുണ്ട്, മുക്തലി ഉണ്ട്. കാരണം ഇല്ലാന്നുണ്ടെങ്കിലോ ഇത് വസലത്തരല്ലേ, കൊല്ലാൻ പോയി വലിയ ഉഷാറായിട്ടുണ്ട് തിരിച്ചു വന്നിട്ടേ ആളെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എന്താണ് ഈ പറഞ്ഞ താരീഫ് അവിടെ ശരിയാവില്ല. അപ്പൊ അവരുടെ ഖബർ മുത്തവാത്തിറല്ല. അപ്പൊ ജൂതന്മാര് പറഞ്ഞതോ അത് അറക്കുൽ യഹൂദി കദിങ്കത്ത, ജൂതന്മാർക്ക് വംശനാശം സംഭവിച്ചിട്ടുണ്ട്. ഫി സമനി ബുഖ്ത് നസർ, അയാൾ എല്ലാരെയും കൊന്നു കളഞ്ഞു. അപ്പൊ ഒരു തബക്ക അവിടെ മുങ്കത്തിയായില്ലേ. അപ്പൊ മുഖ്ബിരീങ്ങളുടെ എന്താണ് ഒരു തബക്ക മുങ്കത്തിയായി. വംശനാശം വന്ന് എല്ലാരെയും കൊന്നു കളഞ്ഞ പിന്നെ കഴിഞ്ഞില്ലേ. അതാ വബിൽ ജുംല തഖല്ലഫൽ ഇൽമു ദലീലൽ അജ്മി എന്ന്. എന്താ അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ രണ്ട് സംഗതി എന്ന് പറഞ്ഞാല് ഇൽമില്ലാതിരിക്കുന്നു. അതായത് ഈ രണ്ട് സ്ഥലത്തും ഇൽമു കിട്ടുന്നില്ല എന്ന് പറഞ്ഞില്ലേ. ഈസാ നബി അലൈഹി സ്വലാമിനെ കൊന്നു എന്നതിന് ഇൽമു കിട്ടുന്നില്ല.
അതുകൊണ്ട് എന്ത് ഖബർ മുത്തവാത്തിർ ഇൽമിനെ ഫായിദോപ്പിക്കുന്നില്ലല്ലോ എന്നല്ല ഇഷ്കാലുകാരൻ പറഞ്ഞത്. എന്ന പോലെ ജൂതന്മാർ പറഞ്ഞ അവരുടെ മതം മുഅബ്ബദാണ് എന്ന് പറയുന്നത് കൊണ്ട് ഇൽമു കിട്ടുന്നില്ല, അപ്പോൾ ഖബർ മുത്തവാത്തിർ കൊണ്ട് ഇൽമു കിട്ടുന്നില്ല എന്നാണ്. അപ്പൊ അതിന് ഇത് രണ്ടും മറുപടി പറഞ്ഞിട്ട് അതിന്റെ ചുരുക്കം പറഞ്ഞു തഖല്ലുഫുൽ ഇൽമി, ഇൽമു കിട്ടുന്നില്ല എന്നുള്ളത് എന്തിന് തെളിവാണ്? ദലീലുൽ അദ്മി, തവാത്തുർ ഇല്ല എന്നതിന് തെളിവാണ്. തവാത്തുർ ഉണ്ടെങ്കിൽ ഇൽമു കിട്ടണമായിരുന്നു. ഇൽമു കിട്ടാത്തോണ്ട് എന്ത് മനസ്സിലായി? തവാത്തുർ ഇല്ല എന്നല്ല മനസ്സിലായത്. തഖല്ലുഫുൽ ഇൽമി ദലീലുൽ അദ്മി. പിന്നെ അപ്പൊ അങ്ങനെ ഒരു ഇഷ്കാല് പറഞ്ഞു. ഖബറുൻ നസാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഖയാലി ഒന്ന് വിശദീകരിക്കുന്നു. വഖാഫി തൽവീഹി ബദലൻ നസാറ ലഫ്ലുൽ യഹൂദി. അതായത് ഇവിടെ എന്താണ്? ഖബറുൻ നസാറ ബി ഖത്ലി ഈസ എന്നല്ലേ പറഞ്ഞേ? അപ്പോ തൽവീഹിൽ പറഞ്ഞ ജൂതന്മാരുടെ കൗലിന ഖബറുൽ യഹൂദി ബി ഖത്ലി ഈസ ഫതവഖമ മിൻഹു അന്നൽ ഖബറ ബിമഅനൽ ഇഖ്ബാരി وإضافته إلى المفعول فاحتاج إلى تمحل بتقدير في قوله واليهودي لكن بعض النصارى مع اليهود في اعتقاد القتل كما أشير إليه في الكشاف فلا حاجة إلى التمحل. അതായത് ഈ പറഞ്ഞത് ആരാ പറഞ്ഞത്? ഈസാ നബി അലൈഹി സ്വലാമിനെ കൊന്നു എന്ന് പറഞ്ഞത് എന്താണ്? നസാറകളുടെ കൗലാണോ അതല്ല ജൂതന്മാരുടെ കൗലാണോ? ജൂതന്മാരുതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എന്താണ്? ഖബറുൻ നസാറ ബി ഖത്ലി ഈസ അലൈഹിസ്സലാം വൽ യഹൂദി ബി തൈബീദി ദീനി മൂസ എന്ന് പറയണ്ടല്ലോ. ജൂതന്മാരാണെങ്കിൽ അമ്മ ഖബറുൽ യഹൂദി ബി ഖത്ലി ഈസ വ ബി തൈബീദി ദീനി മൂസ എന്നങ്ങ് പറഞ്ഞാൽ പോരെ? അങ്ങനെയാണ് തൽവീഹിലുള്ളത്. അപ്പൊ ഇവിടെ നസാറാന്നാക്കാൻ കാരണം എന്താ? തൽവീഹിൽ എന്ന് പറഞ്ഞാല് അവിടെയും തഫ്താനി തന്നെ പറയുന്നത്, ഇവിടെ അദ്ദേഹം തന്നെയല്ലേ പറയുന്നത്. അപ്പൊ അത് എന്താണ്? ഈ പറയുന്ന ഈസാ നബി അലൈഹി സ്വലാമിനെ കൊന്നു എന്ന് വിശ്വസിക്കുന്നവര് ജൂതന്മാരങ്ങനെ വിശ്വസിക്കുന്നവരാണ്. അവരെന്ത് ചെയ്ത് ഈ പുതിയ ദീനുമായിട്ട് വന്നപ്പോ എല്ലാവരും എഴുന്നേറ്റ് അവിടെ നിൽക്കട്ടോ. പിന്നെ ജൂതന്മാരെന്ത് ചെയ്തു? ഈ ദീനുമായിട്ട് അല്ല, ഈസാ നബി അലൈഹി സ്വലാം ഈ ദീനുമായി വന്നപ്പോ ജൂതന്മാരത് സമ്മതിച്ചില്ല. ജൂതന്മാർ പറഞ്ഞ ഞങ്ങളെ ദീനെന്ത് മുഅബ്ബദാണ്. അപ്പൊ അതിനെതിരായത് കൊണ്ട് എന്ത് ചെയ്തു? ഈസാ നബി അലൈഹി സ്വലാമിനെ അവർ കൊല്ലാൻ ശ്രമിച്ചതാണ്. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം ഹിജ്റ പോയി ഒരു വീട്ടിൽ അഭയം പ്രാപിച്ച അവിടുന്നാണ് ഒരു വധശ്രമം നടത്തിയത്. അപ്പൊ ജൂതന്മാർ കൊന്നു എന്ന് പറയുന്നവരാണ് എന്നതിന് പുറമെ നസാറകളിൽ ഒരു കൂട്ടരും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് വിശ്വസിക്കുന്നുണ്ട്. ജൂതന്മാർ ഈസാ നബിയെ കൊന്നു കളഞ്ഞു എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആവുമ്പോ പിന്നെ നസാറകൾ ഒരു കൂട്ടർ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ഇവരാക്രമിച്ചു കൊന്നതാണെന്നുള്ള വിശ്വാസം. അല്ലാതെ അവർക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട് എന്ത് ഈസാ നബിയെ കൊന്നു എന്ന്. അപ്പൊ അതിന് ബാക്കിയുള്ളവർ ആക്രമിച്ചു കൊന്നു എന്നതല്ലാതെ വിശ്വസിക്കുന്നവർ വേറെ ന്യായം പറയും. അതായത് അവർ പറയുന്നത് അവരുടെ ദൈവം എന്തായതാ? പിതാവ് എല്ലാവരെയും കൂടി ആ തെറ്റ് ഏറ്റെടുത്തിട്ട്, അതായത് ഹൽക്കിന്റെ ദുനൂബുകളൊക്കെ ഏറ്റെടുത്തിട്ട് സ്വന്തം മകനെ ബലി കൊടുത്തതാണ് അതിന് പ്രായശ്ചിത്തമായിട്ട് എന്നാണ് പറയുക. അത് വേറെ വിശ്വാസമാണ്. അത് നസാറകൾക്ക് പൊതുവെ ഉള്ളതാണ്. അതല്ല ഈ പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ വിശ്വാസം കുറച്ച് ജൂതന്മാർക്ക് എല്ലാവർക്കും ഉണ്ട്, നസാറകളിൽ കുറച്ചുണ്ട്. അപ്പൊ രണ്ടാളിലേക്കും ചേർക്കാം. അപ്പൊ ഇവിടെ നസാറകളിലേക്ക് ചേർത്തു, മറ്റോടത്ത് എന്തായി? ജൂതന്മാരിലേക്ക് ചേർത്തു. അത് രണ്ടും രണ്ടഭിപ്രായവും എന്നൊന്നുമല്ല, അത് ഒരു വാക്കയാണ്. അപ്പൊ തവാത്തുറുഹു മംനൂൻ എന്ന് പറഞ്ഞ ഇതാണ്. പിന്നെയോ വേറൊരു ഇഷ്കാല് ഫൈൻകീല ഖബറു കുല്ലി വാഹിദിൻ ലാ യുഫീദു ഇല്ലൽ തന്നെ. അതായത് ഇൽമിനെ ഫായിദൊപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു ദലീലായി പറയുന്നത്. ശറഹുൽ മവാഖിഫിലും ഒക്കെ വിശദമായി പറഞ്ഞ വിഷയമാണത്. ഖബർ മുത്തവാത്തിർ കൊണ്ട് ഇൽമു കിട്ടുമല്ലേ? ഇല്ല എന്നുള്ളതിന് നമ്മളെ ഏറ്റുക്കാതനുസരിച്ചുള്ള ഒരു ഏറ്റിറാളാണ് ആദ്യം പറഞ്ഞത്. എന്ത്? ഖബറുൻ നസാറ ബി ഖത്ലി ഈസ. ഇനി അതിന് പുറമെ വേറെന്ന് പറയുന്നത് പിന്നെ നമ്മളെ ഏറ്റുക്കാതനുസരിച്ച് എന്നല്ല. പിന്നെ അത് ഇന്ത്യയിലെ ഖബർ കുല്ലി വാഹിദിൻ ലാ യുഫീദു ഇല്ലൽ തന്നെ
ഓരോരുത്തർ പറഞ്ഞാൽ എന്തേ കിട്ടൂ, തന്നെ കിട്ടൂ, യഖീന് കിട്ടൂല. ഇതൊരു അദദുൻ ലായുംകിനു തവാത്തുഹും എന്ന എണ്ണത്തിലേക്ക് ഖബർ പറഞ്ഞ് എത്തിയപ്പോഴാണ് എന്തായത്, മുത്തവാത്തിറായത്, ഇൽമു കിട്ടിയത്. ആ പറഞ്ഞ സമയത്ത് തന്നെ ഓരോരുത്തരുടെ ഖബറിന്റെ ഹാലെന്താ, ഇയാളെ ഖബറിന്റെ ഹാലെന്താ, അയാളെ ഖബറിന്റെ ഹാലെന്താ നോക്കിയാൽ ഇയാൾ മാത്രം പറഞ്ഞത് കൊണ്ട് തന്നെ കിട്ടി, മറ്റേയാൾ മാത്രം പറഞ്ഞുകൊണ്ട് തന്നെ കിട്ടി. ഇങ്ങനെ കുറെ 10,000 ആള് പറഞ്ഞപ്പോഴാണ് ഇൽമായത്. അപ്പോൾ ഓരോരുത്തരെ പറയുമ്പോൾ തന്നെ കിട്ടുന്നുള്ളൂ. ലന്നിലേക്ക് കൂടിയാൽ ഇൽമാവോ ഇല്ലയോ? ലമ്മുല്ലന്നി ഇലല്ലന്നി ലായൂജിബുൽ യഖീന. ലന്നിലേക്ക് കൂടിയ യഖീനാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഖബർ മുത്തവാത്തിർ ലന്നിനെ വായിരപ്പിക്കൂ, യഖീനെ വായിരപ്പിക്കൂല എന്ന് അവരുടെ ദലീലാണെന്ന്. പിന്നെ രണ്ടാമത്തെ ദലീൽ വായിലൻ ജവാസു കെദിബി കുല്ലി വാഹിദിൻ യൂജിബു ജവാസ കെദിബിൽ മജ്മൂഇ. ഓരോരുത്തരുടെ ഖബർ കൊണ്ട് തന്നെ കിട്ടൂ എന്ന് പറയാൻ കാരണം എന്താ, അത് ഓരോരുത്തരും കള്ളം പറയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാരും കള്ളം പറയാൻ സാധ്യത വേണ്ടേ? ഇപ്പം കള്ളം പറയാൻ സാധ്യതയുണ്ട്, മറ്റോനുണ്ട്. എന്നിട്ടോ ഇപ്പൊ ഈ 100 ആളും കൂടി ഒന്നിച്ചു നോക്കുമ്പോ ആരും കള്ളം പറയാൻ സാധ്യതയില്ലാതാ. ഓരോരുത്തർക്ക് സാധ്യത ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇല്ലേ? അപ്പൊ കള്ളം പറയാൻ സാധ്യത ഉണ്ടെങ്കിൽ യഖീന് കിട്ടൂലല്ലോ, തന്നല്ലേ ആവൂ എന്നാണ് രണ്ടാമത്തെ എഴുത്തറാള്. പിന്നെ അന്നഹു നഫ്സുൽ ആഹാദി, കാരണം മജ്മൂഅ് എന്ന് പറഞ്ഞത് ഈ ആഹാദിന്റെ നഫ്സ് തന്നെയല്ലേ, ആള് മാറിയിട്ടൊന്നുമില്ലല്ലോ. ഇങ്ങനെ രണ്ട് എഴുത്തറാള്. ഖുൽന റുബ്ബമാ യകൂനു മിനൽ ഇജ്തിമായി മാ ലാ യകൂനു മഅൽ ഇൻഫിറാദി. അതായത് ലന്നിലേക്ക് കൂടിയാൽ യഖീൻ ഉണ്ടാവും. അത് ഖായിദ അങ്ങനെയാണ്. ഇജ്തിമായില് എന്താണ്, ഇൻഫിറാദിൽ ഇല്ലാത്ത ചില കഴിവുകളും ഫായിദകളും ഒക്കെ വരാറുണ്ട്. ഒറ്റക്ക് നോക്കുമ്പോൾ ഇല്ലാത്തത് ഒരുമിച്ച് കൂടുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെ അതിന് ഉദാഹരണം പറഞ്ഞ് ഖുവ്വത്തുൽ ഹബിലിൽ മുഅല്ലഫി മിനശ്ശഅറാത്തി, നാരുകൾ കൂട്ടിയിട്ടുണ്ടാക്കിയ കയറ്, ഓരോ നാര് കൂട്ടുമ്പോൾ എന്താണ്, ഇതിനെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റൂലല്ലോ, പുറത്തേക്ക് ഇടാനല്ലേ പറ്റുള്ളൂ. അത് കൂട്ടി കയറുണ്ടാക്കി കഴിഞ്ഞാലോ അത് പല കാര്യത്തിന് പറ്റും. അപ്പൊ ഇവിടെ ഇൻഫിറാദിന് കൊണ്ട് ഇല്ലാത്തത് മജ്മൂ കൊണ്ട് കിട്ടുന്ന, ഇജ്തിമാ കൊണ്ട് കിട്ടുന്നതാണ്. അപ്പൊ എന്ന പോലെ ഓരോരുത്തരുടെ ഹാല് നോക്കുമ്പോഴോ അത് തന്നാണ്. എന്ന പോലെ കെദിബിന് സാധ്യത ഉണ്ട്. ഒരുമിച്ച് കൂടുമ്പോഴോ ആ സാധ്യതയല്ലേ ഇല്ലാതായി, തന്നെ യഖീനാവുകയും ചെയ്തു. ഫൈൻകീല, അങ്ങനെയാണ് വീണ്ടും ഒരു ഇഷ്കാല്. അപ്പൊ നേരത്തെ പറഞ്ഞ ഫൈൻകീല എന്ന് പറഞ്ഞത് പിന്നെ ഇൽമിനെ വായിതൊപ്പിക്കും. ഇവിടെ രണ്ട് കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ ഇൽമിനെ വായിതൊപ്പിക്കും എന്ന് പറഞ്ഞില്ലേ, അതിന് മുആറളയാണ്. ഇൽമിനെ വായിതൊപ്പിക്കുന്നില്ലല്ലോ, ലന്നിനെ വായിതൊപ്പിക്കുള്ളൂ. ഇനി പറയുന്ന ഫൈൻകീല എന്ന് പറഞ്ഞത് ഇത് ലറൂരിയായ ഇൽമാണ് കിട്ടുന്നത്, ഇസ്തിദ്ലാലിയായ ഇക്തിസാദിയായ ഇൽമ അല്ല കിട്ടുന്നത് എന്ന് രണ്ടാമത് പറഞ്ഞില്ലേ. അതിനെക്കുറിച്ചുള്ള എന്താണ് ഒരു ഇത്തറാളും മറുപടി ഇനി പറയുന്ന ഫൈൻകീല അല്ലറൂരിയാത്തു ലാ യഖഉ ഫീഹാ അത്തഫാവുത്തു വലൽ ഇഖ്തിലാഫു. ലറൂരിയാത്താണെന്നുണ്ടെങ്കിൽ തഫാവുത്തു ഇഖ്തിലാഫു, ഏറ്റ വ്യത്യാസവും എന്ന പോലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ലല്ലോ. എന്നാൽ ഇവിടെ ഉണ്ടാകുന്നുണ്ട്, മുത്തവാത്തിറായ ഖബർ കൊണ്ട് കിട്ടുന്ന സ്ഥലത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താകാൻ പറ്റൂല, ആ ഇൽമു ലറൂരിയാകാൻ പറ്റൂല, ഇക്തിസാബി ഇസ്തിദ്ലാലിയെ ആകണം. അത് വനഹ്നു നജിദുൽ ഇൽമ ബി കൗനിൽ വാഹിദി നിസ്ഫൽ ഇസ്നൈൻ. വാഹിദ് നിസ്ഫുൽ ഇസ്നൈനി എന്ന് പറഞ്ഞത് ഒരു യഖീനിയായ ലറൂരിയായ അമ്രാണ്. ഇത് അഖ്വയാണ് എന്തിനേക്കാൾ മിനൽ ഇൽമി ബി വുജൂദി ഇസ്കന്ദർ എന്ന് പറഞ്ഞൊരു മലിക്കുണ്ടായിരുന്നു എന്ന എന്താണ് ഇൽമിനേക്കാൾ അഖ്വയായ ഇൽമായിട്ടാണ് എന്ത് കാണുന്നത്, വാഹിദ് നിസ്ഫുൽ ഇസ്നൈൻ എന്നതിന്റെ ഇൽമു കാണുന്നത്. അപ്പോ ഈ പറഞ്ഞത് എന്തല്ല, പിന്നെ ഇൽമു ലറൂരിനെ വായിതൊപ്പിക്കുന്നില്ല, ഇൽമു ഇസ്തിദ്ലാലിനെ വായിതൊപ്പിക്കുന്നില്ല. ഇൽമുണ്ടെന്ന് സമ്മതിച്ച്, കാരണം മിനൽ ഇൽമി വുജൂദി ഇസ്കന്ദർ എന്നല്ലേ പറഞ്ഞേ. പിന്നെ രണ്ടാമത്തത് എന്താണ്, വഖദ് അങ്കറ, ഇഖ്തിലാഫും വരാൻ പാടില്ല എന്നല്ലേ. ഇപ്പൊ തഫാവുത്തിന്റെ ദലീലാ പറഞ്ഞേ. അഭിപ്രായ വ്യത്യാസം വരാൻ പാടില്ല, ഇവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ എന്നത് പറയുന്നു. വൽ മുത്തവാത്തിർ ഖദ് അങ്കറ ഇഫാദത്തഹു വൽ ഇൽമ ജമാഅത്തും മിനൽ ഉഖലായി കസ്സുമനിയത്തി വൽ ബറാഹിമത്തി. അത് ഇൽമ്
എന്താണ് മുത്തവാത്തിറായ ഖബർ ഇൽമിനെ പായിരോപ്പിക്കും എന്നതിന് എന്ത് ചെയ്തിട്ടുണ്ട്? ബുദ്ധി ഉണ്ട് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ ഒരു ജമാഅത്ത് ഇൻകാർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഖിലാഫ് വന്നില്ലേ? ബറൂരിയാണ്, ഖിലാഫ് വരാൻ പാടില്ലല്ലോ. അപ്പൊ ആരാണ് അവർക്ക്? സുമനീയത്ത് ബുദ്ധന്മാര്, വൽ ബറാഹിമത്ത് ബ്രാഹ്മണന്മാര്, ഇവരൊക്കെ ഇത് ഇൻകാർ ചെയ്തവർ. അതിന് പിന്നെ മറുപടി പറയുന്നു. ഈ സുമനീയത്ത് എന്ന് പറഞ്ഞ മൻസൂബത്ത് ഇലാ സോമനാഥ് ഹും ഖൗമുൻ, അതവരുടെ ഇലാഹാണ്. സോമനാഥ് എന്ന് പറഞ്ഞ ഇലാഹിലേക്ക് ചേർക്കപ്പെട്ടവരാണ് സുമനീയത്ത് എന്ന്. ഹും ഖൗമും മിൻ അബദത്തിൽ ഔതാൻ, അവർ ബിംബാരാധകരാണ്. ഖായിലൂന ബി തനാസുഹി, പിന്നെ തനാസുഹ് കൊണ്ടുള്ള പുനർജന്മം പറയുന്നവരാണ്. പഴയ ജന്മത്തിൽ നന്നായി ജനിച്ചാല് ജീവിച്ചാല് പിന്നെ ജനിക്കുമ്പോൾ നല്ലൊരു മനുഷ്യനായിട്ടാണ് വരിക. മോശമായിട്ടാണ് ജീവിച്ചത് എന്നുണ്ടെങ്കിൽ വല്ല നികൃഷ്ട ജീവിയായിട്ടായിരിക്കും ജീവിക്കുക പിന്നെ രണ്ടാമത് ജനിക്കുക എന്ന് പറഞ്ഞ തനാസുഖ്. അതായത് പുനർജന്മത്തിന്റെ ഒരു വിശ്വാസമാണത്. ഈ ലോകത്ത് തന്നെയാണത്. ദീന് പറയും പോലെയല്ല. ദീന് പറയുന്ന പുനർജന്മം എന്ന് പറഞ്ഞാൽ വേറൊരു ലോകത്താണ്. അത് ജസായിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ ഈ പറയുന്നത് എന്ത്? ഈ ലോകത്തെ പുനർജന്മത്തെ കുറിച്ച് പറയുന്ന വിശ്വാസക്കാരാണ് അവർ. ഒബിയന്നഹു ലാത്തറിയ കൈലൽ ഇൽമി സിവൽ ഹിസ്സി, അവരെന്ത് പറഞ്ഞു? ഹിസ്സല്ലാതെ വേറെ മാർഗമല്ല ഇൽമു കിട്ടാൻ, ബാക്കിയെല്ലാം തന്നെ കിട്ടുള്ളൂ. ഖബറുർ റസൂൽ എന്ന് പറഞ്ഞാൽ അവരെ റസൂലിനെ അംഗീകരിക്കുന്നില്ല. അതായത് ബേസത്ത് മുഹാലാണെന്ന് പറയുന്നവരാ. അപ്പൊ പിന്നെ ഖബറുർ റസൂൽ ഉണ്ടാവില്ല. അക്കലാണെങ്കിലോ അക്കല് പിന്നെ എന്താണ്? ലറൂരിയല്ലല്ലോ അത്. പിന്നെ എന്താണ്? നവരിയാണ്. അതുകൊണ്ട് ഇൽമു കിട്ടുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഹിസ്സ് കൊണ്ട് മാത്രമേ, ഹവാസ് കൊണ്ട് മാത്രമേ എന്തു കിട്ടുള്ളൂ? ഇൽമു കിട്ടുള്ളൂ എന്ന് പറഞ്ഞവരാണ്. പിന്നെ ബറാഹിമത്ത് എന്ന് പറഞ്ഞ ഫിൽ ഖാമൂസി അൽ ബറാഹിമത്ത് ഖൗമുൻ ലാ യുജവ്വിസൂന അലല്ലാഹി ബിഅസത്തർ റുസുലി, അംബിയായിനെ നിയോഗിക്കൽ മുഹാലാണ് അള്ളാഹ്ക്ക് എന്ന് പറയുന്നവരാണ് ഇവർ. അവരുടെ വിശ്വാസം അങ്ങനെ ബറാഹിമത്ത്. അപ്പൊ അവരിവിടെ എന്ത് ചെയ്തു? ഇതും ഇൻകാർ ചെയ്തു. ഏത്? ഖബർ മുത്തവാത്തിർ ഇൽമിനെ പായിരോപ്പിക്കും, ലറൂരിയായ ഇൽമിനെ പായിരോപ്പിക്കും എന്ന് ഇൻകാർ ചെയ്തവരാണ്. പിന്നെ എന്നാൽ ഈ ബേസത്തിനെ ഇൻകാർ ചെയ്ത് 7 തായിഫത്തിനെ മവാഖിബിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് മിന്നുമ്മങ്കറ ബേസത്ത റുസുലിലെ അരിമി ദലാലത്തിൽ മൊയ്ജിദത്തി ബിന്നിസ്ബത്തി ഇലൽ ഗായിബി ലിഅന്നഹാ ലാ തുംകിനു ഇല്ലാ ബിൽ ഇൽമി ബിഹാ ബി തവാത്തുരി എന്നിങ്ങനെ പറഞ്ഞ് അത് പിന്നെ വിഷയം മാറി. നമ്മളെ വിഷയം വായിച്ചു വെക്കുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ കൗമ ബറാഹിമത്ത് എന്ന് പറഞ്ഞത് എന്താണ്? ജമാഅത്തും മിനൽ ഹിന്ദി, അങ്ങനെ സഹൽ മക്കാസിദിൽ എഴുതിയിട്ടുണ്ട്. അത് ഇന്ത്യയിലുള്ളൊരു തായിഫത്താ. മറ്റവരാണെങ്കിൽ സുമനീയത്ത് അങ്ങനെയല്ല. സുമനീയത്ത് എന്ന് പറഞ്ഞത് എന്താണ്? പേർഷ്യയില്, ഇറാനില്, ഇറാഖില്, ഖുറാസാനിലൊക്കെ മുമ്പുണ്ടായിരുന്നു. പിന്നെ മജൂസികൾ എന്ത് ചെയ്തു? അവരെ ആക്രമിച്ച് കീഴടക്കിയ സമയത്ത് ഇതെല്ലാം ഇല്ലാതായി. ഇന്ത്യയിലും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മജൂസികൾ എന്ത് ചെയ്തു? ആക്രമിച്ച് കീഴടക്കി എല്ലാം ഇല്ലാതായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? ഇസ്ലാമിന്റെ ഫത്ഹ് വന്നപ്പോ ഫാരിസ്, ഇറാന്, ഫാരിസ് എന്ന് പറഞ്ഞാൽ ഇറാനാണല്ലോ, ഇറാന്, ഇറാഖ്, ഖുറാസാന് ആ ഭാഗത്തൊക്കെ ദീന് ഗാലിബായി, ലാഹിറായി. ഇന്ത്യയുടെ ഭാഗത്താണെങ്കിലോ മജൂസികൾ, തീയാരാധകർ ബാക്കിയാവുകയും ചെയ്തു എന്നാ. എങ്ങനെയായാലും കുറച്ച് കൗമെന്ന് ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എന്തായത്? പിന്നെ ഇപ്പൊ ചൈനയിലൊക്കെ ഒന്നായിട്ട് ബുദ്ധന്മാരല്ലേ. പിന്നെ അപ്പൊ അവര് ഒക്കെ ഇതിനെ ഇൻകാർ ചെയ്തവരാ. അപ്പൊ ഖിലാഫ് വന്നില്ലേ എന്നാണ്. ഖിലാഫ് വന്നാല് പിന്നെന്ത് പറ്റൂല? ഇൽമു ലറൂരീനെ പായിരൊപ്പിക്കൂലല്ലോ. അപ്പൊ ഖുൽന മംനൂൻ, ഏത്? ഖിലാഫ് വരാൻ പാടില്ല, തഫാവുത്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇൽമു ലറൂരിയിൽ തന്നെ എന്ത് വരാം? തഫാവുത്ത്, ഏറ്റ വ്യത്യാസവും അഭിപ്രായ വ്യത്യാസവും, ഇഖ്തിലാഫ് രണ്ടും വരാം. അതാ മംനൂൻ. ബൽ, അതായത് ഇപ്പറഞ്ഞത് സമ്മതിക്കൂല എന്നർത്ഥം. ലായഖഉ ഫീഹാ തഫാവുത്ത് വലൽ ഇഖ്തിലാഫ്, അത് ലാ നുസല്ലിമു, അതിനാ മണ്ണ് എന്ന് പറയാം. ബൽ ഖദ് നതഫാവത്തു അൻവാഉൽ ലറൂരി, ലറൂരിയിന് തന്നെ നൗകൾ വ്യത്യാസപ്പെട്ട് നമുക്ക് തന്നെ അനുഭവമുണ്ട്. ഏത്? അതെങ്ങനെ? ബിവാസിത്തത്തി തഫാവുത്തി ഫിൽ ഇൽഫി വൽ ആദത്തി വൽ മുമാറസത്തി വൽ ഇഖ്താരി ബിൽ ബാലി
തസവൂറാത്തി അത്റാഫിൽ അഹ്കാമി ഇങ്ങനെയൊക്കെ വരും. ഇൽഫ് കൂടുതൽ പരിചയമുണ്ട് ഒരാളാണ് ഒരു വിഷയമായിട്ട്, മറ്റേതുമായിട്ട് അത്രയധികം പരിചയമില്ല. ഇങ്ങനെ ഇൽമു ദറൂരിയായി കിട്ടിയതേ ഉള്ളൂ. ഒന്ന് കൂടുതൽ പരിചയമുണ്ട്, മറ്റേ അത്രയും പരിചയമില്ല. അതായത് അടുത്ത് ഇടപഴകിയിട്ടുള്ള പരിചയമാണ് അതായത് ഇൽഫ് എന്ന് പറഞ്ഞാൽ. പിന്നെ വല്ല ആദത്ത്, ഒന്ന് എന്താണ് ആദത്തുള്ളതാണ്, മറ്റേതാണ് ആദത്തില്ലാത്തതാണ്. അപ്പൊ ആദത്തുള്ളതിൽ എന്താണ് ഖുവ്വത്ത് കൂടുതലുണ്ടാവും. പിന്നെ എന്ന പോലെ മുമാറസത്ത് കാരണത്താൽ ഇയാൾ ഒന്നുമായി ജോലിയാകുന്ന ആളാണ്, ഏർപ്പെടുന്ന ആളാണ്, മുഴുകുന്ന ആളാണ്. മറ്റേതുമായിട്ട് അങ്ങനെ മുഴുകലില്ല. സംഗതി അത് ദറൂരിയാണ്. ഈ മുമാറസത്തുള്ളത് അപ്പോയാകും. എന്ന പോലെ വല്ല ഇഫ്താരി ബിൽ ബാലി, എപ്പോഴും മനസ്സിലിങ്ങനെ ഹാജറാകുക, അതൊരു കളിയാണ്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഖുവ്വത്ത് കൂടുതലുണ്ടാവും. വേറെ എന്താണ് എപ്പോഴും മനസ്സിൽ വരാത്ത ദറൂരിയായ ഒരു ഇൽമു വേറെ ഉണ്ട്, അതിനെക്കുറിച്ച് അത്ര ഖുവ്വത്ത് ഉണ്ടാവില്ല. അപ്പൊ തസവൂറാത്തി അത്റാഫിൽ അഹ്കാം എന്ന പോലെ ഹുക്കുമുകളുടെ തൊറഫുകളുടെ തസവൂറാത്തുകള് അത് കാരണത്താൽ ഹുക്കുമാണല്ലോ ഈ പറയുന്നല്ല, അതല്ല ഇൽമു എന്ന് പറഞ്ഞത്. അതിന്റെ രണ്ട് തൊറഫ് മുസ്നദില്ലേ, അല്ലെ മഹ്കൂമും മഹ്കൂമല്ലേ, ഇതിനെ തസവൂറാക്കല് കാരണത്താല് അതിന്റെ കാരണത്താൽ എന്താവും ഈ പറഞ്ഞ ലറൂരിയിന് ഖുവ്വത്ത് കൂടും. അപ്പൊ തഫാവുത്ത് അനുഭവമാണ്. ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ ഈ പറഞ്ഞ തന്നെ ഒരു ഉദാഹരണം, ഏതോ നാടുണ്ട് എന്ന് പറയുന്നതും ഏതോ രാജാവുണ്ട് എന്ന് പറഞ്ഞതും ഇങ്ങനെയൊക്കെയുള്ള കുറെ മുത്തവാത്തറായ ലറൂരിയായ വിവരങ്ങളുണ്ട്. അതുപോലെയല്ല ഇപ്പൊ ഇങ്ങനെ എന്താണ് നമ്മള് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്. ഏത് വാഹിദ് നിസ്ഫുൽ ഇസ്നൈനി എന്ന് പറയുന്ന പോലെ. പിന്നെ ഇഖ്തിലാഫ് വരാൻ പാടില്ല എന്ന് പറഞ്ഞല്ലേ, അതിന് മറുപടി പറയുന്നു വഖദ് യുഖ്തലഫു ഫീഹി മുക്കാബറത്തൻ വൈനാദ. ഇഖ്തിലാഫും ചിലപ്പോൾ ഉണ്ടാവും, അത് മുക്കാബറ എന്ന നിലക്കാണ്. ഹക്ക് ബോധ്യപ്പെട്ടാലും സമ്മതിക്കാതിരിക്കുക മുക്കാബറ. അതിന് തന്നെ ഇനാദ് എന്നും പറഞ്ഞ് മുആനിദീങ്ങൾ ഉള്ളത് കൊണ്ട് ആ തർക്കം തീർക്കാൻ കഴിയൂല, അതുകൊണ്ട് വിഷയത്തിന് കേടില്ല. അങ്ങനെയാണ്. ഏതുപോലെയൊക്കെ സൂഫിസ്തായിയത്തി ജമിഉൽ ദറൂരിയാത്തി മുമ്പ് പറഞ്ഞില്ലേ, സൂഫിസ്തായിയത്ത് അതില് ഇനാദിയത്തും എന്തിയത്തും എന്ന പോലെ ലാദിരിയത്തും. തീ കൊണ്ട് പൊള്ളിക്കലേ മാർഗമുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇത് ലറൂരിയാത്ത് തന്നെ അവർ ഇൻകാർ ചെയ്തവരാണ്, അതവരുടെ ഇനാദാണ്. അപ്പൊ അതുകൊണ്ട് ഇക്കാണെന്നൊന്നും ഇല്ലാന്ന് പറയാനും ആളെ കിട്ടൂലല്ലോ, അവരല്ലാതെ വേറെ ആരും കിട്ടൂലല്ലോ. അപ്പൊ എന്ന പോലെ ഇഖ്തിലാഫ് വരാം, എന്ന പോലെ തഫാവുത്തും വരാം. ലറൂരിയായാൽ ഇതുണ്ടാകാൻ പാടില്ല എന്നുള്ളതില്ല. ഇനി പിന്നെ എന്താണ് അന്നൗസ്ഥാനി, പിന്നെ വന്നൗസ്ഥാനി ഖബറുർ റസൂലിൽ മുഅയ്യദി ബിൽ മുഅ്ജിസത്തി. ഇനി ഖബറുർ റസൂൽ ഖിസ്മാനി എന്ന് പറഞ്ഞല്ലോ അല്ലേ, നൗആനി എന്നാണ്. അലാ നൗഅൈനി അഹദുഹുമാ അൽ ഖബറുൽ മുത്തവാത്തിർ അല്ലെ, ഖബറു സാദിഖ് അലാ നൗഅൈനി അഹദുഹുമാ അൽ ഖബറുൽ മുത്തവാത്തിർ. പിന്നെ ബാക്കി പറയാം. അൽ ഖബറു സാദിഖ് അലാ അൽഫിനത്തെ അതാണെന്ത് ഒന്നാമത്തെ നൗഅ് എന്ന് പറഞ്ഞത്. അതിന് വന്നൗഅ്സാനി ഖബറുർ റസൂലിൽ മുഅയ്യദ് ബിൽ മുഅ്ജിസത്തി, മുഅ്ജിസത്ത് കൊണ്ട് പിന്തുണക്കപ്പെട്ട സ്ഥിരപ്പെട്ട എന്താണ് റസൂലിന്റെ ഖബർ. ഇതാണ് രണ്ടാമത്തെ. അൽ മുഅയ്യദി എന്ന് പറഞ്ഞെടുത്തായ സാബിത്തി റിസാലത്തുഹു, റസൂലിന്റെ റിസാലത്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? ബിൽ മുഅ്ജിസത്തി, മുഅ്ജിസത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ബിൽ മുഅ്ജിസത്തി എന്ന് പറഞ്ഞാൽ മുഅയ്യദിനോട് ബന്ധിച്ചതാണെന്ന് അർത്ഥം. അല്ലാതെ എന്തല്ല ഖബറിനോട് ബന്ധിച്ചല്ല. ഖബറിനോട് ബന്ധിച്ചാൽ ഖബറിന് തയ്യീദ് കൊണ്ടുവരും, മുഅ്ജിസത്ത് കൊണ്ട്. മുഅ്ജിസത്ത് കൊണ്ട് സ്ഥിരപ്പെടൽ ഖബറല്ല, റിസാലത്താണ്. റിസാലത്ത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറയുന്നതൊക്കെ എന്താണ് ശരിയാണ്. അപ്പൊ മുഅ്ജിസത്ത് കൊണ്ട് എന്താ ഉണ്ടാകുക? റിസാലത്താണ് സ്ഥിരപ്പെടുക. ഐ സാബിത്ത് റിസാലത്തുഹു ബിൽ മുഅ്ജിസത്തി. അപ്പൊ ബിൽ മുഅ്ജിസത്തി എന്തിനോട് ബന്ധിച്ച? മുഅയ്യദ്, റസൂലിന്റെ റിസാലത്ത് സ്ഥിരപ്പെടുക.
അപ്പോ സ്ഥിരപ്പെടുത്തപ്പെട്ടത് നടത്താൽ മുഅയ്യദി എന്ന് പറഞ്ഞാല് എന്ത് സ്ഥിരപ്പെടുത്തപ്പെട്ടത്? റിസാലത്ത്. എന്തുകൊണ്ട്? ബിൽ മുഅ്ജിസത്തി, ആ റസൂലിന്റെ ഖബർ ഇതാണ്. ഇങ്ങനെ തഫ്സീസ് ചെയ്യാൻ കാരണം എന്താണെന്ന് മുമ്പ് പറഞ്ഞല്ലേ? തഫ്സീസ് ചെയ്യാൻ കാരണം ഈ ഉലമാഇന്റെ അല്ലെങ്കിൽ ശറഇന്റെ ഇൽമ അധികവും ഈ ഖബറുർ റസൂൽ കൊണ്ട് കിട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്തായത് ഇങ്ങനെ ഒന്ന് തഫ്സീസ് ചെയ്ത് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു. പിന്നെ ബിൽ മുഅ്ജിസ വർ-റസൂൽ, ഇനിയിപ്പോ റസൂൽ ആരാന്ന് പറയുന്നത്? വർ-റസൂൽ ഇൻസാനുൻ ബഅസഹുല്ലാഹു തആല ഇലൽ ഖൽഖി ലിതബ്ലീഗിൽ അഹ്കാമി വഖദ് യുസ്തറത്തു ഫീഹിൽ കിതാബു ബിഖിലാഫിൻ നബിയ്യി ഫഇന്നഹു അഅമ്മു. പിന്നെ മുഅ്ജിസത്ത് എന്താണ് പറയുന്നത്? അപ്പൊ റസൂൽ എന്ന് പറഞ്ഞത് ആരാണ്? ഇൻസാൻ. അത് ഇൻസാന്റെ റസൂലിനെ പറഞ്ഞോണ്ട ഇൻസാൻ എന്ന് പറഞ്ഞ. ഇല്ലെങ്കിൽ ഇപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലല്ലേ? അത് റസൂലാണ്. പക്ഷെ എന്തല്ല, ഇൻസാനിൽ നിന്നുള്ള റസൂലല്ല, മലക്കിൽ നിന്നുള്ള റസൂലാണ്. പിന്നെ ജിന്നുകൾക്ക് അമ്പിയാവിനെ അയച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതിലൊരു ഖിലാഫുണ്ട്. ജിന്നുകളിൽ നിന്നുള്ള നബി ഉണ്ടോ, റസൂലുണ്ടോ, അവർക്ക് റസൂലുണ്ടോ ഇല്ലേ എന്ന് അയിമത്തിന് ഖിലാഫുണ്ട്. ഇല്ല, മനുഷ്യന്മാരിലേക്ക് വന്ന മനുഷ്യന്മാരായ റസൂലുകൾ തന്നെയാണ് ആര് ജിന്നുകളിലേക്കുള്ളത്, വേറെ ഇല്ല എന്നാണ്. അപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞ അഭിപ്രായം അനുസരിച്ച് എന്താണ്, അതിനെത്തൊട്ട് ഇത്തറാസാണ് ഇൻസാൻ. പിന്നെ ഇൻസാനുൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വരും. ആണായാലും പെണ്ണായാലും ഇൻസാൻ എന്ന് പറയൂലേ? പെണ്ണ് റസൂലാവൂലല്ലോ. അപ്പൊ ഇൻസാന്റെ അർത്ഥം റജുലുൻ, പിന്നെ ആണാകണം. ബഅസഹുല്ലാഹു തആല ഇലൽ ഖൽഖി ലിതബ്ലീഗിൽ അഹ്കാം. അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ട് ഖൽഖിലേക്ക്. എന്തിന്? അഹ്കാമുകൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി, അഹ്കാമും ശറഈയത്ത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അയച്ച ആളാണ് റസൂൽ എന്ന് പറയുന്നത്. ഈ അഹ്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞെടുത്ത് ഇഅ്തിഖാദിന്റെ മുഖാബലയിൽ ഒരു അഹ്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതല്ലത്. ഇത് അഹ്കാം എന്ന് പറഞ്ഞത് അത് ഉസൂലിയും ഫുറൂഇയുമായ ഇഅ്തിഖാദും എന്ന പോലെ ഫിഖ്ഹിയുമായ മുഴുവൻ. കാരണം ആദ്യം പറയേണ്ടത് എന്താ? അന്നാമിനു ബി റബ്ബിക്കും എന്നല്ലേ? അത് ഫിഖ് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് തബ്ലീഗുൽ അഹ്കാം എന്ന് പറഞ്ഞാൽ, ഇവിടെ അഹ്കാം എന്ന് പറഞ്ഞാൽ അമ്മ മുഴുവൻ അഹ്കാമുകളെയും എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഖൽഖിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഖൽഖ് എന്ന് പറഞ്ഞാൽ എല്ലാ ഖൽഖും ഇല്ല, പിന്നെ ദുൽ അൽബാബിലേക്ക് അയച്ചത് എന്നാണ്. ദുൽ അൽബാബിലേക്ക് അയച്ചത് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം റിസാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിശേഷം വരുന്നുണ്ട്. ഇതിപ്പോ റസൂല് എന്ന് പറഞ്ഞാല് ഇൻസാനുൻ എന്താണ്? ബഅസഹുല്ലാഹു തആല ഇലൽ ഖൽഖി ലിതബ്ലീഗിൽ അഹ്കാം. അതാണ് റസൂല്. ഇത് റസൂലല്ലേ? അപ്പൊ റിസാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആള് നടത്തുന്ന ദൗത്യത്തിനാണ് റിസാലത്ത് എന്ന് പറയുന്നത്, അല്ലേ? ആ ദൗത്യം എന്ന് പറഞ്ഞാൽ തബ്ലീഗുൽ അഹ്കാമാണ്. അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് റിസാലത്ത് എന്ന് പറഞ്ഞാല് സിഫാറത്തും ബൈനല്ലാഹി തആല വ ബൈന ദവിൽ അൽബാബി മിൻ ഖലീഖത്തിഹി. സിഫാറത്തുൻ ബൈനല്ലാഹി തആല വ ബൈന ദവിൽ അൽബാബി മിൻ ഖലീഖത്തിഹി ലിയുസീഹ ബിഹാ അൽ ഇലല ഫീമാ ഖസുറത്ത് ഉഖൂലുഹും മിൻ മസാലിഹി ദുനിയ വൽ ആഖിറത്തി. അതാണ് റിസാലത്ത് എന്ന് പറഞ്ഞാൽ. എന്തിന്? സിഫാറത്തും ബൈനല്ലാഹി തആല, അല്ലെങ്കിൽ സിഫാറത്തുൽ അബ്ദി എന്നുണ്ട്. ഒരു മനുഷ്യൻ എന്ത് ചെയ്യുക? മധ്യവർത്തിയാകുക. സിഫാറത്തുൽ അബ്ദി അല്ലെങ്കിൽ സിഫാറത്തും ബൈനല്ലാഹി തആല വ ബൈന ദവിൽ അൽബാബി, ബുദ്ധിയുള്ളവരുടെ ഇടയിൽ നിന്നാണ്. അപ്പൊ ഇവിടെ ഖൽഖ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പെടൂല. ദവിൽ അൽബാബി മിൻ ഖലീഖത്തിഹി, അവന്റെ സൃഷ്ടികളിൽ നിന്ന് ബുദ്ധിയുള്ളവര്. ആരാത്? മലക്കും ജിന്നും ഇൻസും അല്ലേ? അവർക്കല്ലേ ബുദ്ധിയുള്ളൂ, ബാക്കിയുള്ളതിനൊന്നും ബുദ്ധിയില്ലല്ലോ. അപ്പോ ബൈന
എന്താണ് ദവിൽ അൽബാബി മിൻ ഖലീഖത്തിഹി ലിയുസിഹ ബിഹാ, ഇല്ലാതാക്കാൻ വേണ്ടി ഈ സിഫാറത്ത് കൊണ്ട് ഈ ആളെ ഇല്ലാതാക്കും. എന്തിനെ? അൽ ഇലല ഫീമാ കസുറത്ത് ഉഖൂലുഹും, അവരുടെ ബുദ്ധിക്ക് കുറച്ച് പരിമിതിയുണ്ട്, കുറവുണ്ട്, ന്യൂനത ഉണ്ട്. അതുകൊണ്ടുണ്ടായ കുഴപ്പങ്ങളൊക്കെ ഇല്ലാതാക്കും. ഇലല് ന്യൂനതകൾ. ഫീമാ കസുറത്ത് ഉഖൂലുഹും, എന്തിലുള്ള ന്യൂനത? മിൻ മസാലിഹി ദുനിയ വൽ ആഖിറ, ദുന്യാവിൻ്റെയും ആഖിറത്തിൻ്റെയും മസ്ലഹത്തുകൾ, അതിൽ വന്ന ന്യൂനതകൾ. ആ മസ്ലഹത്തുകൾ എല്ലാം അക്കൽ കൊണ്ട് കണ്ടെത്താൻ കഴിയൂല. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള മധ്യവർത്തികളാണ് അള്ളാന്റെയും അബ്ദിന്റെയും ഇടയിലുള്ള ആ ദൗത്യമാണ് റിസാലത്ത് എന്ന് പറഞ്ഞത്. അതാണ് ഈ തബ്ലീഗുൽ അഹ്കാം എന്ന് പറഞ്ഞത്. പിന്നെ അപ്പൊ മസാലിഹ് ദുനിയ വൽ ആഖിറയാണ് ഈ അഹ്കാമുകൾ. അത് ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയൂല. അപ്പൊ അള്ളാഹ് പറഞ്ഞു കൊടുക്കും, അതിവിടെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരാളെ റസൂലായി നിയമിക്കൽ എങ്ങനെ? റസൂൽ എന്ന് പറഞ്ഞാൽ ഇൻസാനുൻ ബഅസഹുല്ലാഹു എന്ന് പറഞ്ഞില്ലേ? ഈ ബഅസ് എങ്ങനെ ഉണ്ടാവുക? അള്ളാഹ് ബഅസ് ചെയ്യാൻ എങ്ങനെയാന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുക്കുന്നവരല്ല. പിന്നെ അത് അല്ലാഹു തആല എന്താണ്? ഇപ്പൊ മിസ്ദാഖുഹു എന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് അയിമത്ത്. മൻ ഖാല ലഹുല്ലാഹു തആല അർസൽതുക ഇലാ ഖൗമിക, എന്താ ഒരാളെ വിളിച്ചിട്ട് അല്ലാഹു പറയാ അർസൽതുക ഇലാ ഖൗമിക, ഇന്ന ഖൗമിലേക്കുള്ള റസൂല്. ഖൗമിലേക്ക് അല്ലെങ്കിൽ ഇലാ കാഫത്തിന്നാസ്, എല്ലാവർക്കും ആണെങ്കിൽ എല്ലാവർക്കും, ആരിലേക്കാണോ അയച്ചത് അവരെ പറയും അർസൽതുക. അല്ലെങ്കിൽ ബല്ലിഗുഹും അന്നി എന്ന് പറയാം. അല്ലാഹു തആല ഒന്നിലിങ്ങനെ അർസൽതു എന്നാ പറയാ, അല്ലെങ്കിൽ ബല്ലിഗുഹും അന്നി എന്നാ പറയാ, അല്ലെങ്കിൽ നബ്ബിഉഹും എന്നാണ് പറയുക, അല്ലെങ്കിൽ ബഅസ്തുക എന്നാണ് പറയുക, അല്ലെങ്കിൽ അതുപോലത്തെ പദങ്ങളാണ് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല ഒരാളെ നിയമിക്കുക. അല്ലാഹ് ഒരാളെ നബിയാക്കാൻ വിചാരിച്ചാൽ, റസൂലാക്കാൻ വിചാരിച്ചാൽ വിളിച്ചിട്ട് പറയും, ഇങ്ങനെയാണ് പറയും. മനസ്സിലായില്ലേ? അപ്പോ മൂസാ നബീനോട് പറഞ്ഞ ഖുർആനിലുണ്ടല്ലോ, എന്താ പറഞ്ഞ? മൂസാ നബീനോട് പറഞ്ഞോ? പിന്നെ ഇന്നഖ്തർതുക ഫസ്തമി ലിമാ യുഹാ, അങ്ങനല്ലേ? അനഖ്തർതുക ഫസ്തമി ലിമാ യുഹാ. അപ്പൊ അവിടുന്ന് വിളിച്ച്, അവിടുന്ന് അവിടെ എന്ത് തൂരുസീനയിലെത്തിയപ്പോഴേ ഇത് വാദിന് മുഖദ്ദസാണ്, അതുകൊണ്ട് ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ടുണ്ട് വാന്ന് പറഞ്ഞു അല്ലേ? ഇന്നൊക്കെ ബിൽ വാദിൻ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ടുണ്ട് വരാൻ പറഞ്ഞു. ചെരുപ്പൊക്കെ ഇട്ടിട്ട് വരുമ്പോ ഒരു നിയമനം നടത്തുന്ന ഒരു വലിച്ചല്ലേ, അപ്പൊ അതുകൊണ്ട് എന്താക്കി ആൾക്ക് മാറ്റി വെച്ചിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ടോ അനഖ്തർതുക ഫസ്തമി ലിമാ യുഹാ, അനഖ്തർതുക എന്ന് പറഞ്ഞതാണ് അവിടെ ബഅസ്. അവിടെ വെച്ചിട്ടാണ് മൂസാ നബിയെ റസൂലായിട്ട് നിയമിക്കുന്നത്. അതാണ് ഇഖ്തർതുക. അങ്ങനെ അപ്പൊ അങ്ങനെ ഓരോ അമ്പിയാനോടും പറഞ്ഞിട്ടുണ്ട്. അത് ചിലരോടൊക്കെ ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലരോടൊക്കെ ആലമുൽ അർവാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിയമിക്കൽ അവിടെ നിന്ന് നിയമിക്കാലോ. പിന്നെ അപ്പൊ അതാണ് എന്ത് റിസാലത്ത് എന്ന് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, ബഅസ് ഉണ്ടാകുക. ലി തബ്ലീഗിൽ അഹ്കാം വഖദ് യുശ്തറത്തു ഫീഹിൽ കിതാബ്. പിന്നെ ഈ ആളിന് പ്രത്യേകിച്ച് യോഗ്യത ഒന്നും വേണ്ടതില്ല എന്നാണ്. അത് കസ്ബിയ അല്ലാത്തതുകൊണ്ട്, കസ്ബിയ അല്ലാത്തത് കൊണ്ട് ഇന്ന യോഗ്യത ഉണ്ടെങ്കിലേ എന്താക്കുള്ളൂ, അല്ലാഹു തആല ഒരാളിനെ അവിടെ അങ്ങനെ പറയൂ എന്നില്ല. ഇതിനോട് താബിയായിട്ട് കുറെ യോഗ്യതകൾ വരും. എന്ന പോലെ ഈ ദൗത്യം നിർവഹിക്കാനുള്ള പ്രകൃതിപരമായ യോഗ്യത, ഇപ്പൊ ധീരത ഉണ്ടായിരിക്കുക, സജാത്ത് വേണം, എന്നപോലെ നല്ല അക്കല് വേണം, നല്ല വെക്കാവ് വേണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതൊന്നും ഷർത്തല്ല. അത് ചിലപ്പോ എന്താണ് ഇതിങ്ങ് കൊടുക്കുമ്പോ അങ്ങ് വരലുമായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് അല്ലാഹു അഅലം ഹൈസു യജാലു റിസാലത്തഹു എന്ന് പറഞ്ഞു. ഇല്ല, നിബന്ധന ഒന്നും. പിന്നെ എന്നാൽ ഫലാസിഫത്ത് പറഞ്ഞത് 3 നിബന്ധന വേണമെന്നാണ്. ഒന്നെന്താകണം, പിന്നെ മുഴുവൻ മുഗയ്യബാത്തുകളും അറിയുന്ന ആളായിരിക്കണം.
ഇൽമുൽ ഗൈബ് കുറച്ചൊന്നും പോരാ, മുഴുവൻ മുഗയ്യബാത്തുകളും അറിഞ്ഞിരിക്കുക ആദ്യം, എന്നാലേ നബിയാക്കുള്ളൂ. എന്ന പോലെ രണ്ടാമത്തത് ഖർഖുൽ-ആദത്ത് ചെയ്യാൻ കഴിയണം. ഇയാൾക്ക് എന്ത് ചെയ്യണം? അയാൾ സ്വന്തമായി ആ ഖർഖുൽ-ആദത്ത് ചെയ്യാനുള്ള കഴിവ് ആർജിക്കണം. എന്ത് ഖർഖുൽ-ആദത്തും ചെയ്യാൻ കഴിയണം. പറക്കണം, സൂര്യൻ പിളർത്തണം, സ്വർണം കല്ലാക്കണം, മരിച്ചാലിനെ ജീവിപ്പിക്കണം. ഇതൊക്കെ അല്ല ഖർഖുൽ-ആദത്ത് എന്നല്ല. അതൊക്കെ സ്വന്തമായി ചെയ്യാനുള്ള കഴിവ് ആർജിച്ചിരിക്കണം. അതിനുള്ള വിദ്യയൊക്കെ പഠിച്ചിട്ട് അതിനുള്ള കഴിവ് ആർജിക്കണം. എന്നാലേ റസൂലാക്കും. മൂന്നാമത്തത് മലക്കുകളെ കാണുകയും സംസാരിക്കുകയും ചെയ്യാൻ കഴിവുണ്ടാകണം. കഴിവുണ്ടാകാൻ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളിനെ അല്ലാഹു തആല എന്ത് ചെയ്യുള്ളൂ? റസൂലാക്കുക, അല്ലാത്തൊരാക്കുക. അപ്പൊ അവരങ്ങനെ 3 കഴിവ് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയാണ് ഇൻസാനുൻ ബഅസഹുല്ലാഹു ഇലൽ ഖൽഖി തബ്ലീഗുൽ അഹ്കാം വഖദ് യുസ്തറത്തു ഫീഹിൽ കിതാബു. എന്നാൽ കിതാബ് ഷർത്ത് വേണമെന്ന് വേറെ ചിലർ പറഞ്ഞിട്ടുണ്ട്. കിതാബ് വേണമെന്നുള്ള ഷർത്ത്. അപ്പോൾ എന്താണ്? ഇൻസാനുൻ ബഅസഹുല്ലാഹു ഇലൽ ഖൽഖി വഖദ് ഉഅ്തിയൽ കിതാബു എന്നാണ് തബ്ലീഗുൽ അഹ്കാം. അഹ്കാം എന്ത് ചെയ്യാൻ എത്തിക്കാൻ വേണ്ടി അയച്ച ആളാണ്, നിയോഗിച്ച ആളാണ്. അയാൾക്കൊരു കിതാബും കൊടുത്തിട്ടുണ്ട് എന്ന്. കിതാബ് കൊടുക്കണം എന്ന് ചില ഇമാമിങ്ങൾ ഷർത്താക്കിയിട്ടുണ്ട്. വേറെ ചിലർ ഷർത്താക്കിയത് ഒരു പുതിയ ശരീഅത്ത് ഉണ്ടാകണം എന്നാണ്. പറഞ്ഞൊന്നും റാജിഹല്ല. അപ്പൊ ഇതിന്റെ ലോഫിലേക്ക് സൂചിപ്പിച്ചിട്ടാണ് വഖദ് യുസ്തറത്തു എന്ന് പറഞ്ഞു. കിതാബും വേണമെന്നില്ല, പുതിയ ശരീഅത്തും വേണമെന്നില്ല. അങ്ങനെയൊക്കെ കൈതാക്കിയാൽ കിതാബില്ലാത്തവരൊക്കെ എന്താണ്? മുർസലീങ്ങളല്ലാണ്ടായി പോകൂലേ? 4 കിതാബല്ലേ ഉള്ളൂ. മുർസലീങ്ങൾ 313 വരില്ലേ? ഇനിയിപ്പോൾ എന്താക്കുക? അപ്പോൾ അല്ലാത്തവരൊക്കെ റസൂലല്ലാണ്ടായി പോവും. എന്ന പോലെ ശരീഅത്ത് വേണമെന്ന് പറഞ്ഞാൽ ഹാറൂൻ നബിക്ക് മൂസാ നബിന്റെ ശരീഅത്തല്ലേ? ഹാറൂന് റസൂലാണെന്നുള്ളത് ഖുർആന്റെ നസ്സല്ലേ? അങ്ങനെ ഖുർആനിൽ റസൂലായി പറയപ്പെട്ട പലരും റസൂലല്ല ഉണ്ടാവും. കിതാബ് അല്ല, ശരീഅത്ത് പുതിയത് വേണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് അത് രണ്ടുമില്ല. പിന്നെ തബ്ലീഗുൽ അഹ്കാം മാത്രമേ ഉള്ളൂ. ബിഖിലാഫിൻ നബിയ്യ് അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞ അനുസരിച്ച് തബ്ലീഗുൽ അഹ്കാം വേണ്ട. ഇൻസാനുൻ ബഅസഹുല്ലാഹു ഇലൽ ഖൽഖാണ്. എന്തിനല്ല? ഈ ഹുക്കുമ് പോയി പറയണമെന്ന് കൽപ്പനയൊന്നും വരില്ല. പറയും പോലെ അവരുടെ ഇടയിലാണ്ട് ജീവിച്ചാൽ മതി. അപ്പോൾ ജനങ്ങളിലേക്ക് എന്താണ്? ഖൽഖിലേക്ക് നിയോഗിക്കപ്പെട്ട ആളാവും. നബിയ്യ് ജീവിക്കുന്ന കണ്ടിട്ട് ജനങ്ങൾ നന്നാകാനല്ലേ? വയല് പറഞ്ഞ് നന്നാക്കാന്നല്ലല്ലോ. റസൂലാകുമ്പോൾ വയല് പറഞ്ഞ് നന്നാക്കേണ്ടി വരും. വയല് പറയുകയും കൂടി വേണ്ടി വരുന്നത്. റസൂലാനെ മോശമായിട്ട് ജീവിക്കാന്നല്ല, നന്നായി ജീവിക്കുക, അത് മാതൃകയാകുക എന്നതിന് പുറമെ വയലും കൂടി പറയേണ്ടി വരും. നബിയാവുമ്പോൾ അത് ആവശ്യമില്ല. അപ്പോൾ ബഅസഹുല്ലാഹു ഇലൽ ഖൽഖി എന്ന് പറഞ്ഞത് ശരിയാണ്. പിന്നെ തബ്ലീഗുൽ അഹ്കാം എന്ന് പറഞ്ഞത് അവർ കണ്ടുപഠിച്ചോളുക, പോയിട്ട് പറയേണ്ട ആവശ്യമില്ല. നബിയാവുമ്പോൾ. റസൂലാവുമ്പോഴോ പോയിട്ട് പറയേണ്ട ആവശ്യം. അതാണ് വ്യത്യാസം. എന്നാൽ രണ്ടാമത് പറഞ്ഞത് അനുസരിച്ച് ബിഖിലാഫിൻ നബി 2ലേക്കും മടങ്ങുന്നതാണ്. അപ്പൊ കിതാബ് ഉണ്ടായാൽ റസൂലായി, കിതാബ് ഇല്ലെങ്കിൽ നബിയായി എന്നാണ് ബിഖിലാഫിൻ നബി. അപ്പൊ ഖിലാഫിൻ നബി എന്ന് പറഞ്ഞത് 2ലേക്കും ബന്ധിക്കുന്നതാണ്. പിന്നെ ഫഇന്നഹു അഅമ്മു, എന്ത്? നബിയ്യ് എന്ന് പറഞ്ഞത് അമ്മാണ്. അതാണ് ബിഖിലാഫി എന്ന് പറഞ്ഞത്. അപ്പൊ ആദ്യം പറഞ്ഞ അനുസരിച്ച് ആ തബ്ലീഗിന് കൽപ്പന ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ. തബ്ലീഗിനേക്കാൾ ആമാണെന്ന് പറഞ്ഞാൽ റിസാലത്തിനേക്കാൾ ആമാകണ്ടേ? അതായത് മുബായിനല്ല എന്നർത്ഥം. ബിഖിലാഫി എന്ന് പറഞ്ഞാൽ അങ്ങനെയാകാലോ. ഈ റസൂല് ഉൾപ്പെടാത്ത ഒരു അർത്ഥം പറഞ്ഞിട്ട് എന്താക്കാം? നബിയാകാം അല്ലേ? അപ്പൊ മുബായിനാവും. അതല്ല എന്നല്ല. പിന്നഹു ആമു എന്ന് പറഞ്ഞാൽ. അപ്പൊ ബഅസഹുല്ലാഹു ഇലൽ ഖൽഖാണ് രണ്ടാളും. നബിയാകാൻ അത്രേ പരിഗണിച്ചിട്ടുള്ളൂ. അതിൽ തബ്ലീഗുൽ അഹ്കാം ആകട്ടെ അല്ലാതിരിക്കട്ടെ. അപ്പൊ റസൂല് നബിയും കൂടിയാണ്. തബ്ലീഗുൽ അഹ്കാം ഇല്ല എന്നുണ്ടെങ്കിലോ അപ്പൊ നബി മാത്രമാണ്. അപ്പൊ അത് ആമു എന്നാണ്, ആമു മുത്തലഖാണ്. കിതാബ് ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, അതായത് ബഅസഹുല്ലാഹു ഇലൽ ഖൽഖാണ്. കിതാബ് കൊടുത്താലും ശരി ഇല്ലെങ്കിലും ശരി നബിയാണ്. കിതാബും കൂടി കൊടുത്താലോ റസൂലാണ്. അപ്പൊ ആമാണ് മുത്തലഖാണ്. അങ്ങനെ. ഇനി വൽ മുഅ്ജിസത്തു, പിന്നെ
തബ്ലീഗുൽ അഹ്കാം എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. തുഹ്ഫയുടെ തുടക്കത്തിൽ, കിതാബ് തുഹ്ഫയുടെ തുടക്കത്തിൽ റസൂൽ എന്ന് പറഞ്ഞെടുത്ത് താരീഫ് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോക്കി എഴുതി കാണാൻ പഠിച്ചോ കേട്ടോ. കുറെ ഉണ്ടെന്നോ? കുറെ എല്ലാം തന്നെ പഠിക്കേണ്ടി. അതെ, പഠിച്ചു വന്നിട്ട് അതിന്റെ വിശദീകരണം ബാക്കി പറയാം. പിന്നെ അമ്രു ഖാരിഖുല്ലിൽ അവൽ മുഅ്ജിസത്ത്. ഇനി മുഅ്ജിസത്ത് എന്താന്ന് പറയുന്നു. ഇപ്പൊ അയ്യദ് ബിൽ മുഅ്ജിസത്തി എന്ന് പറഞ്ഞില്ലേ, എന്താകണം? മുഅ്ജിസത്ത് റിസാലത്തിന് തെളിവാണല്ലോ. സിദ്ഖുൽ ദഅവ റിസാലത്ത്, റസൂലാണ് അല്ലെ ഞാൻ നബിയാണ് എന്ന് പറയുന്ന സമയത്ത് അതിന് തെളിവായിട്ട് തസ്ദീഖായിട്ട് അള്ളാഹ് കൊടുക്കുന്നതാണ്. എന്താ ഇത്? അമ്രുൻ ഖാരിഖുല്ലിൽ ആദത്തി, അസാധാരണ സംഭവമാണ്. അമ്രുൻ ഖാരിഖുല്ലിൽ ആദത്ത് ഒരുപാടുണ്ട്, 7 ശേഷം എന്ത്? മുഅ്ജിസത്ത് കറാമത്തിന്റെ അവിടെ വേറെ ഫസൽ തന്നെ വരും. അവിടെ പറയും മുഅ്ജിസത്തുണ്ട്, കറാമത്തുണ്ട്, ഇഹാനത്തുണ്ട്, ഇസ്തിദ്റാജ് ഉണ്ട്, അങ്ങനെ 7. അപ്പൊ അതില് ഈ പറഞ്ഞ അമ്രുൻ ഖാരിഖുല്ലിൽ ആദത്തി ഈ പറഞ്ഞാൽ എല്ലാം പെടും. ഖുസിദ ബിഹി ഇദ്ഹാറു സിദ്ഖി മനിദ്ദഅ അന്നഹു റസൂലുള്ളാഹി. അള്ളാഹ് എന്നെ നിങ്ങളിലേക്ക് നിയോഗിച്ച ആളാണ്, അതുകൊണ്ട് എന്താക്കണം? അന്നാമിനു ബി റബ്ബിക്കും, അല്ലെങ്കിൽ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ആദ്യം പറയാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി മാത്രമല്ല, എല്ലാ നബിയും അങ്ങനെ തന്നെ പറയാം. ആദം നബി മക്കളോടും കൗമിനോടും ഒക്കെ അത് തന്നെ പറഞ്ഞു, ഇന്നി റസൂലുള്ളാഹിയിലേക്കും. അതുകൊണ്ട് തന്നെ ആമിനു ബി റബ്ബിക്കും, അല്ലെങ്കിൽ ആമിനു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ എല്ലാ നബിമാരും അത് തന്നെ പറയാം. അപ്പൊ ഈ റസൂലാണ് എന്ന വാദം, ആ വാദത്തിന് സിദ്ഖ് ലാഹിറാക്കൽ ഉദ്ദേശിച്ചുകൊണ്ട് കൊടുക്കുന്ന എന്താണ്? അമ്രുൻ ഖാരിഖുല്ലിൽ ആദത്താണ്. അപ്പൊ ബാക്കിയെല്ലാം ഒഴിവായി. റസൂലെന്ന് വാദിക്കുന്ന ആളിനെ ഇതുണ്ടാവുള്ളൂ. അപ്പൊ കറാമത്തില് റസൂലെന്ന് വാദിക്കലില്ല, ബാക്കി പറഞ്ഞതിലൊന്നുമില്ല. അത് ഈ ആളുടെ സിദ്ഖ് ലാഹിറാക്കാനെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കെദിബ് ലാഹിറാക്കാനും അമ്രുൻ ഖാരിഖുല്ലിൽ ആദത്തുണ്ടാവും. അതിന് ഇഹാനത്ത് എന്ന് പറയും. കെദിബ് ലാഹിറാക്കാനെന്ന് പറഞ്ഞാല് എന്താണ്? ഒരാള് തഹജ്ജുദ് നടത്തി, ഒരാൾ വന്നിട്ട് എന്ത് ഞാൻ റസൂലാന്ന് പറഞ്ഞു. അപ്പൊ വേറൊരാൾ പറഞ്ഞു അതിനെന്താ തെളിവെന്ന്? തഹജ്ജുദ് നടത്തി വെല്ലുവിളി. അപ്പൊ പറഞ്ഞെന്ത്? ഒരു സംഭവമുണ്ട്, മുസൈലമത്ത് പറഞ്ഞൊരു സംഭവമുണ്ട്. കാഴ്ച, ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളെ വിളിച്ചിട്ട് മറ്റേ കണ്ണിന് കാഴ്ച ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴോ ആദ്യത്തെ കണ്ണിന്റെ കാഴ്ചയും പോയി. അപ്പൊ ഇൽഹാർ സിദ്ഖ് ലാഹിറാക്കാനല്ല, കെദിബ് ലാഹിറാക്കാൻ വേണ്ടിയാണ് അവിടെ അമ്രുൻ ഖാരിഖുല്ലിൽ ആദത്തുണ്ടായത്. തളർന്ന ഒരു കൈ എന്താണ്? ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോ മറ്റേ കൈയും തളർന്നു. അപ്പൊ സിദ്ഖ് ലാഹിറാക്കാനല്ല, അത് കെദിബ് ലാഹിറാക്കാനാണ്. അപ്പൊ ഇൽഹാർ സിദ്ഖി എന്ന് പറഞ്ഞതില് അങ്ങനത്തെ കള്ളപ്രവാചകന്മാർക്ക് ഉണ്ടാകുന്ന ഖവാരിഖുൽ ആദത്തൊക്കെ പെടും, അവരുടെ കെദിബ് ലാഹിറാക്കാൻ വേണ്ടി. പിന്നെ വഹുവ ഐ ഖബറുർ റസൂൽ യൂജിബുൽ ഇൽമൽ ഇസ്തിദ്ലാലിയ. അപ്പൊ ഈ റസൂലിന്റെ ഖബർ എന്താക്കും? യൂജിബുൽ ഇൽമൽ ഇസ്തിദ്ലാലിയ. മുമ്പ് പറഞ്ഞതോ ഒന്നാമത്തെ യൂജിബുൽ ഇൽമ അൽ-ലറൂരിയ എന്ന് പറഞ്ഞ അല്ലേ? എന്നാൽ ഇതുകൊണ്ട് ഇൽമ കിട്ടും. യൂജിബുൽ ഇൽമ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇൽമ കിട്ടും. പക്ഷെ അവിടെ ഹാഹുന അംറാനി എന്ന് പറഞ്ഞത് ഒന്നാമത്തത് ഇവിടെ ഉണ്ട്, ഇൽമ കിട്ടും. പക്ഷെ രണ്ടാമത്തെ ഇല്ല, അവിടെ ലറൂരിയാണെന്ന് പറഞ്ഞു, ഇവിടെ ഇസ്തിദ്ലാലിയാണ്. ഇസ്തിദ്ലാലിന്റെ അർത്ഥം എന്താ? അയൽ ഹാസിലി ബിൽ ഇസ്തിദ്ലാലി, അല്ല അൽ ഹാസില ബിൽ ഇസ്തിദ്ലാലി. യൂജിബുൽ ഇൽമൽ ഇസ്തിദ്ലാലിയാന്നല്ലേ? അപ്പൊ അൽ ഹാസില ബിൽ ഇസ്തിദ്ലാലി, ഇസ്തിദ്ലാല് കൊണ്ട് കിട്ടുന്നത്. അവിടെ ആദ്യം ഒരു അയ് തഫ്സീർ ചെയ്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് അയിൻ നദറ ഫിദ്ദലീലി, പിന്നെ ഒരു തഫ്സീർ, പിന്നെ അത് കഴിഞ്ഞിട്ടോ വഹുവല്ലദീ യുംകിനു തവസ്സുലു ബിസഹീഹി നദരി ഫീഹി ഇലൽ ഇൽമി ബിമത്ലൂബിൻ ഖബരിയ്യിൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും അതിനൊരു തഫ്സീർ. എന്താ കുറെ തഫ്സീർ ഇങ്ങനെ? അത് അയിൽ ഇൽമൽ ഇസ്തിദ്ലാലിയ എന്ന് പറഞ്ഞത് ഇസ്തിദ്ലാലിലേക്ക് നിസ്ബ ചെയ്തിട്ട് അതിലേക്ക് നിസ്ബന്റെ യാവ് ചേർത്തിട്ട് അതിനെ വസ്ഫാക്കിയതാണല്ലോ. ഇസ്തിദ്ലാലി എന്ന് പറഞ്ഞാൽ വസ്ഫല്ല, സിഫത്തല്ല, വസ്ഫർ ഇസ്മല്ലേ? അജാമിദാണ് സാധനം. ഇസ്തിദ്ലാലി എന്ന് പറഞ്ഞപ്പോഴോ അത് വസ്ഫായി, സിഫത്തായി, മുസ്തഖിന്റെ സ്ഥാനത്തായി. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ജാമിദായ ഇസ്മിനെ വസ്ഫാക്കാൻ വേണ്ടിയിട്ടാണ് നിസ്ബ ചെയ്യുക. അപ്പൊ ഇസ്തിദ്ലാലി എന്ന് പറഞ്ഞപ്പോ എന്തായി? അത് വസ്ഫായി.
ഈ നിസ്ബക്ക് ഒരു വജുഹുണ്ടായിരിക്കണം എന്നാ. ഇസ്തിദ്ലാലിന് അതായത് ആ ഇൽമിനാണല്ലോ ഇസ്തിദ്ലാലി എന്ന് സിഫത്ത് പറഞ്ഞത്. അപ്പൊ ഈ ഇൽമിന് എന്താക്കുക, ഇസ്തിദ്ലാലി എന്ന് സിഫത്ത് പറയണമെന്നുണ്ടെങ്കിൽ അതിനൊരു വജുഹുൻ നിസ്ബ ഉണ്ടായിരിക്കണം. ഇൽമിനെ ഇസ്തിദ്ലാലിലേക്ക് ചേർക്കാൻ കാരണം എന്ത്? നിസ്ബ ചെയ്തിട്ട് വസ്ഫാക്കിയിട്ട് എന്താകുകയാണ്, ഒരു മൗസൂബിന് വസ്തു പറഞ്ഞല്ലേ. അപ്പൊ ഈ വജുഹുൻ നിസ്ബ എന്നാ പറയുക അതിന്. അതായത് ഇൽമിനെ എന്ത് ചെയ്യുന്നു, ഇസ്തിദ്ലാലിലേക്ക് ചേർത്തിട്ട് അതിനെ മൗസൂഫാക്കി ഇതിനെ സിഫത്താക്കി പറഞ്ഞു. അതിനൊരു വജുഹുൻ നിസ്ബ ഉണ്ടാകണം. അപ്പൊ അങ്ങനെ വജുഹുൻ നിസ്ബ എന്താണ് ഇവിടെ? അത് ഇസ്തിദ്ലാൽ കൊണ്ട് ഹാസിലാകുന്ന ഇൽമു എന്ന നിലക്കാണ് അതിന് ഇസ്തിദ്ലാലി എന്ന് പറഞ്ഞത്. ഈ ഇൽമ ഹാസിലാകുന്ന എങ്ങനെ? ഇസ്തിദ്ലാൽ കൊണ്ടാണ്. അപ്പൊ അതിന് ഇസ്തിദ്ലാലിയായ ഇൽമു എന്ന് പറഞ്ഞു. അതാണ് ആദ്യം വിശദീകരിച്ചത്. അതായത് ഇസ്തിദ്ലാലി എന്ന് പറഞ്ഞാൽ വജുഹുൻ നിസ്ബയാണ്. ഐ എന്ന് പറഞ്ഞിട്ട് അൽ ഹാസില ബിൽ ഇസ്തിദ്ലാൽ. പിന്നെ എന്താണ് ഐ എന്ന് പറയുന്നതോ? അത് ഇസ്തിദ്ലാലിന്റെ അർത്ഥമാണ്. ഇസ്തിദ്ലാല് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഐ നദറു ഫിദ്ദലീലി എന്നാണ്. ബിൽ ഇസ്തിദ്ലാലി ഐ നദരി ഫിദ്ദലീലി. അതിനാണ് ഇസ്തിദ്ലാല് എന്ന് പറഞ്ഞത്. ദലീലിലെ നദറ് എന്ന് പറഞ്ഞാൽ പിന്നെ പണ്ടേ അറിയുന്നല്ലേ, തർത്തീബ് ഉമൂരിൻ മഅലൂമത്തിൻ അല്ലെ ലിയതവസ്സല ബിഹാ ഇലാ അംരിൻ മജ്ഹൂലിൻ. അതാണ് എന്ത് നദറ് ഫിക്ർ എന്നൊക്കെ പറഞ്ഞാല്. പിന്നെ ഇവിടെ ദലീൽ എന്ന് പറഞ്ഞാൽ പിന്നെന്താ? നദറ് ഫിദ് ദലീലല്ലേ. ദലീൽ അതെന്താണ് അതിനെ പറയുന്നത്? ഓഹോ ദലീല് അല്ലദീ യുംകിനു തവസ്സുലു ബി സഹീഹിൻ നദരി ഫീഹി ഇലൽ ഇൽമി ബി മത്ലൂബിൻ ഖബരിയ്യിൻ. ഒരു സാധനം അല്ലദീ യുംകിനു തവസ്സുൽ, പിന്നെ ആ ഒന്നിൽ സഹീഹായ നദറ് നടത്തിയാൽ എന്ത് ചെയ്യാം? എത്താൻ സാധിക്കും. എന്തിലേക്ക് എത്താൻ സാധിക്കും? യുംകിനു തവസ്സുൽ. തവസ്സുൽ എന്തിലേക്ക്? ഇലൽ ഇൽമി, ഇൽമിലേക്ക് എത്താൻ കഴിയും. എന്തുകൊണ്ടുള്ള ഇൽമു? ബി മത്ലൂബിൻ ഖബരിയ്യൻ. ഒരു മത്ലൂബ് ഖബരി ഇൻഷായി എല്ലാം നടത്താം. ഖബറായി വരുന്ന മത്ലൂബായി വരുന്ന ഒരു കാര്യം കൊണ്ടുള്ള ഇൽമിലേക്ക് എത്താൻ ഈ കാര്യത്തിൽ എന്ത് ചെയ്താല് സഹീഹുൻ നദർ നടത്തിയാല് പറ്റും. ഇതിനാണ് ദലീല് എന്ന് പറയാം. വഖീല അല്ല ദലീൽ എന്ന് പറഞ്ഞതിന് വേറൊരർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഖൗലും മുഅല്ലഫും മിൻ ഖളായ യസ്തൽസിമു ലിദാത്തിഹി ഖൗലൻ ആഖർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ദലീല് എന്ന് പറഞ്ഞത് ഖൗലും മുഅല്ലഫാണ്. അപ്പോൾ ആദ്യം പറഞ്ഞായിട്ട് എന്താ വ്യത്യാസം? ആദ്യം പറഞ്ഞത് മാന്ന് പറഞ്ഞാൽ ഖൗലായാലും അല്ലെങ്കിലും ഖൗല് തന്നെ ആകണമെന്നില്ല. ഈ ആലമ് ദലീലാണെന്നല്ലേ, അല ഉജൂദി സ്ഥാനിയായി. അപ്പൊ ആദ്യം പറഞ്ഞ അനുസരിച്ച് എന്താവും? ഈ ആലമ് ഈ അവസ്ഥയിൽ ദലീലാണ്. രണ്ടാമത് പറഞ്ഞനുസരിച്ചോ ഈ ആലമ് എന്നുള്ള അവസ്ഥയിൽ ദലീലല്ല. പിന്നെ അതിൽ നിന്നൊരു കളിയ ഉണ്ടാക്കണം. എന്താ കളിയ? അല്ലാല മുത്തകയ്യറും പുല്ല് മുത്തകയ്യറും ഹാദിസും എന്ന് പറഞ്ഞ കൗലാണ് എന്ത്? അതിങ്ങനെ മുഅല്ലഫല്ലേ, പല കളിയെ കൂട്ടിയിട്ട് അതിന്റെ മുഖദ്ദിമാത്തുകൾ സൂറയൊക്കെ കൂടിയിട്ട് മുഅല്ലഫായ ആ കൗലാണ് എന്ത് പറഞ്ഞത് ദലീല് എന്ന് പറയുന്നത്. യസ്തൽസിമു ലിദാത്തിഹി, അതിന്റെ ദാത്തിന് വേണ്ടി തന്നെ ലാസിമാക്കും. ഈ തർക്കീബ് ശരിയായതുകൊണ്ട് ഖൗലൻ ആഖർ വേറൊരു കൗല്, അതായത് അതിന്റെ നതീജയെ ലാസിമാക്കും. അപ്പൊ ഈ കൗലിന് മാത്രമാണ് ദലീൽ എന്ന് പറയുക. ആദ്യം പറഞ്ഞനുസരിച്ച് കൗലായാലും ശരി അല്ലെങ്കിലും ശരി. അപ്പൊ അലല്ലവ്വലി ദലീലു അലാ വുജൂദി സ്ഥാനിഇ. അല്ല, ആദ്യം പറഞ്ഞ അനുസരിച്ച് എന്താണ്? അല്ലാഹ് ഉണ്ട്, സ്ഥാനിയുണ്ട് എന്നതിന്റെ ദലീൽ എന്താ? ഹുവൽ ആലം, അത് ആലമാണ്. കാരണം അതിൽ സഹീഹുൻ നദർ നടത്തിയാല് എന്തിലേക്കെത്തും? മത്ലൂബിൻ ഖബരി എന്ന് പറഞ്ഞാൽ അല്ലാഹ് ഉണ്ടോ ഇല്ല എന്നുള്ളത്, അല്ലാഹ് മൗജൂദാണ് എന്നുള്ള ഒരു മത്ലൂബും ഖബരിയാണ്, അതിലേക്കെത്തും. രണ്ടാമത് പറഞ്ഞ അനുസരിച്ചോ ആലസ്ഥാനി ഖൗലുനാ അൽ ആലമു ഹാദിസുൻ വകുല്ലു ഹാദിസിൻ ലഹു സാനിഉൻ എന്ന് പറഞ്ഞതാണ്. കുല്ലു ഹാദിസിൻ ലഹു സാനിഉൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അവിടെ എന്താണ്? യസ്തൽസിമു ലിദാത്തിഹി ഖൗലൻ ആഖർ എന്ന് പറഞ്ഞില്ല. ആ ഖൗലൻ ആഖർ നതീജയാണ്. അത് നേരത്തെ പറഞ്ഞ അനുസരിച്ച് മത്ലൂബുൻ ഖബരിയാണ്. അതിവിടെ പറയണ്ട. കാരണം എന്താ? ഇത് ദലീൽ എന്തെന്നല്ലേ പറയുന്നുള്ളൂ. അതെന്തായിരിക്കും? അപ്പൊ അതുകൊണ്ട് ഫല്ലാലമു ലഹു സാനിഉൻ ആവും. ഫല്ലാലമു ലഹു സാനിഉൻ എന്ന്. ഇനി അമ്മ ഖൗലുഹും, ദലീലിനെ കുറിച്ച് മൂന്നാമതൊരു അഭിപ്രായം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ രണ്ടു കാര്യം പറഞ്ഞല്ലേ. അമ്മ ഖൗലുഹും അദ്ദലീലു ഹുവല്ലദീ യൽസമു മിനൽ ഇൽമി ബിഹി അൽ ഇൽമു ബിശൈഇൻ ആഖർ ഫബിസ്സാനി ഔ ഫഖൂന. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ദലീൽ എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ യൽസം
മിനൽ ഇൽമി ബിഹി, ആ ഒന്നുകൊണ്ടുള്ള ഇൽമിൽ നിന്ന് ലാസിമാകും അൽ ഇൽമു ബിശൈഇൻ ആഖർ, മറ്റൊന്നുകൊണ്ടുള്ള ഇൽമു ലാസിമാകും എന്ന് പറഞ്ഞാൽ ഇത് രണ്ടാമത്തെ താരീഫിനോടാണ് ഔഫഖ്. കാരണം എന്താ, ഒന്നാമത്തേൽ നളറൊക്കെ വേണ്ടേ, സഹീഹുൻ നളറായിരിക്കണ്ടേ, ഈ വേണ്ട അതില് ഇൽമു മാത്രം പോരല്ലോ. പിന്നെ അപ്പൊ അതുകൊണ്ട് ആ പറഞ്ഞത് ഒന്നാമത്തേതില് പിന്നെ സഹീഹുൻ നളറൊക്കെ വേണം, അങ്ങനെ ഈ ഒന്നിൽ നിന്ന് മറ്റതിലേക്ക് തവസ്സുലാകുക എന്നതാണ് പറഞ്ഞത്. ഇത് രണ്ടാമത്തേതിനോടാ കൂടുതൽ യോജിപ്പ്. രണ്ടാമത്തെ താരീഫ് ഖൗലും മുഅല്ലഫും മിൻ ഖളായ യസ്തൽബി. അപ്പൊ ആ ഖൗലും എന്താണ്, മുഅല്ലഫ് കൊണ്ടുള്ള ഇൽമ, അതായത് നേരത്തെ പറഞ്ഞനുസരിച്ച് എല്ലാലും ഹാദിസും വക്കുല്ലു ഹാദിസുൻ ലഹു സാനിഉൻ എന്നതുകൊണ്ടുള്ള ഇൽമിൽ നിന്ന് ലാസിമാകും അൽ ഇൽമു ബിശൈഇൻ ആഖർ. അപ്പൊ ഇത് മൂന്നാമത്തെ ഒരു താരീഫല്ല, ഏകദേശം എന്താണ് രണ്ടാമത്തതിനോട് യോജിക്കുന്നതാണ് എന്ന് പറഞ്ഞെടുത്ത് ഖയാലി പറയുന്നു ബിസാനി ഔഫഖ് രണ്ടാമത്തേനോട് ഔഫഖാണ്, ഒന്നാമത്തേനേക്കാൾ രണ്ടാമത്തേനോടാ യോജിക്കുക. എന്നാലും ഒന്നാമത്തേന്റെ മേലും അതിനെ യോജിപ്പിക്കാം എന്ന് ഖയാലി പറയുന്നില്ല. ലാക്കിൻ യുംകിനു തത്ബീഖുഹു അലൽ അവ്വലി, കാരണം ഇന്നൽ ഇൽമ ബിൽ ആലമി മിന്നൈദു ഹുദൂദു യസ്തൽസിമുൽ ഇൽമ ബിസ്സാനി. ആലമിനെ മനസ്സിലാക്കിയാൽ എന്താക്കണം, സാനി ഉണ്ട് എന്ന് വിവരം കിട്ടണം. അതെ, ആലമെന്ന് മനസ്സിലാക്കുമ്പോൾ അത് ഹാദിസാന്നുള്ള സിഫത്തോടു കൂടെ അല്ലേ മനസ്സിലാക്കുക, അതൊരു ഹാദിസായ സാധനല്ലേ. അല്ല അത് ഖദീമാന്ന് മനസ്സിലാക്കിയപ്പോൾ ആലമിനെ മനസ്സിലായിട്ടില്ലല്ലോ. ആലമിനെ മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് ഇൽമുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ഹാദിസാന്നുള്ള ഇൽമോട് കൂടെ ആയിരിക്കണം. അല്ല ഖദീമാണ് എന്ന ഇൽമോട് കൂടെ ആലമിനെ കുറിച്ച് ഇൽമുണ്ടായാൽ അത് ഇൽമല്ല, അത് ജഹലാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഹുദൂസ് എത്തിബാർ ചെയ്തിട്ട് ആലമിനെ കുറിച്ച് ഇൽമുണ്ടായ സാനി ഉണ്ട് വരും. അപ്പൊ അതുകൊണ്ട് ഒന്നിന്റെ മേലെ തസ്ബീഖാക്കാം. വലാ യദ്ഹബു അലൈക അന്ന ഹാദാ ശാമിലുൻ ലിൽ മുഖദ്ദിമാത്തി ബിഖിലാഫിൽ അവ്വലി അലാ മാ അഖദഹു ശാരിഹു. അതായത് ഈ രണ്ടാമത് പറഞ്ഞതും ഈ താരീഫിലും ഒക്കെ എന്താണ്, ആ മുഖദ്ദിമാത്തുകൾ കൂടി വേണം എന്നുള്ളത് കൊണ്ടാണ് രണ്ടാമത്തേനോട് ബന്ധിപ്പിച്ചത്. ഒന്നാമത്തേൻ്റെ അതിന്റെ ആവശ്യമില്ല. അലാ മാ അഖദഹു ശാരിഹു. പിന്നെ വൽആമു ലാ യുവാഫിഖുൽ ഖാസ ഫീ ബാബി താരീഫി വതഖ്സീസുഹു മിസ്ലൽ അവ്വലി ഖുറൂജുൻ അൻ മദാഖിൽ കലാമി വസ്സവാബു തഅമീമുൽ അവ്വലി. പിന്നെ അപ്പൊ ഈ രണ്ടാമത്തതിനോടാണ് എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തതിനോട് യോജിപ്പിക്കാം എന്ന് പറയും. ഇനി എന്താ, ഇത് മൂജിബുൽ ലിൽ ഇൽമി എന്ന് പറഞ്ഞതിന്റെ വാക്യം പറയാം.